ബിലീവിങ് ഇൻ യുവർ സെൽഫ് ഈസ് ദ സീക്രട്ട് ടു സക്സസ് എന്ന ആപ്തവാക്യമാണ് നമ്മൾ ഇന്നിവിടെ കാണുന്നത്. ഈ ഒരു ചിന്തയിലേക്ക് നമ്മൾ പോയാൽ ഇന്ന് ഈ തലമുറയിൽ പുതുതലമുറയിൽ ഇത് വളരെ ആപ്തമാണ്. കാരണം പല കുട്ടികളും പരാജയപ്പെടുന്ന എന്താണെന്ന് ചോദിച്ചാൽ അവരൊരിക്കലും അത് ജസ്റ്റ് ട്രൈ ചെയ്യാൻ പോലും നിൽക്കാറില്ല. കാരണം അവർക്ക് അവരുടെ കഴിവുകളിൽ അവർക്കൊരിക്കലും വിശ്വാസമില്ല. നമ്മൾ പലരെയും മോട്ടിവേറ്റ് ചെയ്യാൻ നോക്കുമ്പോഴും സ്റ്റുഡൻസിനെയൊക്കെ പറയുമ്പോഴും അവർ ഒരു സബ്ജക്റ്റ് സാറേ വയ്യ പേടിയാ എന്ന് പറഞ്ഞാൽ അവരൊരിക്കലും അത് വേണ്ടി ട്രൈ ചെയ്യാൻ നോക്കത്തില്ല. നിങ്ങൾ ഓർക്കുക, നമ്മൾ നമ്മുടെ കഴിവിൽ വിശ്വസിച്ചില്ലെങ്കിൽ വേറൊരാൾ നമ്മുടെ കഴിവിൽ വിശ്വസിക്കില്ല. ബാക്കിയുള്ളവർ എത്ര മോട്ടിവേഷൻ ചൊരിഞ്ഞു തന്നാലും നിങ്ങളുടെ കഴിവിൽ വിശ്വാസമില്ലാത്തവനെ കൊണ്ട് ഒന്നും ചെയ്യിക്കാൻ പറ്റില്ല. നിങ്ങൾ ഓർക്കുക, ഒരു പക്ഷി ഒരു മരത്തിൻ്റെ കൊമ്പിലിരിക്കുന്നത് ഓർക്കുക. ഈഗിൾ ഇല്ലെങ്കിൽ പരുന്ത് ആ ഒരു ചെറിയ ചില്ലയിലിരിക്കുന്ന എന്തിനാണ് ഇല്ലെങ്കിൽ എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ആ ചില്ലയിലുള്ള വിശ്വാസം കൊണ്ടല്ല ആ പക്ഷി അവിടെ. ആ ചില്ല എപ്പോൾ വേണേൽ ഒടിഞ്ഞു വീഴാം. പക്ഷേ ആ പക്ഷിയുടെ വിശ്വാസം മൊത്തവും അതിൻ്റെ ചിറകുകളുടെ ശക്തി അതിനറിയാം. അതിലുള്ള വിശ്വാസം കൊണ്ടാണ് ആ പരുന്ത് അവിടെ ഇരിക്കുന്നത്, ആ തീരെ ദുർബലമായ ചില്ലയിൽ ഇരിക്കുന്നത്. അതുതന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ നമ്മുടെ കഴിവിലുള്ള നമ്മുടെ വിശ്വാസം. അതാണ് നമ്മുടെ വിജയത്തിലേക്ക് നയിക്കുക. നിങ്ങൾ ഏത് പ്രമുഖന്മാരെ നോക്കിയാലും ഏത് മഹാന്മാരെ നോക്കിയാലും അവരൊക്കെ അവരുടെ കഴിവുകളിൽ വിശ്വാസം ഉണ്ടായിരുന്നതാണ്. ആ വിശ്വാസം വളർത്തിയെടുത്താണ് അവർ ഓരോ കഴിവുകളിലേക്കും ഓരോ ഉന്നത സ്ഥാനങ്ങളിലേക്കും വന്നിരിക്കുന്നത്. ഇന്നത്തെ ഈ ചിന്തയോടുകൂടി നമ്മൾക്ക് തുടങ്ങാം. വെൽക്കം ടു കോമ്പസ് അക്കാഡമി. മൈ നെയിം ഈസ് ടോബി ശരത് തോംസൺ. നമുക്ക് നമ്മുടെ സബ്ജക്റ്റിലേക്ക് പോകാം. ഇന്ന് നമ്മൾ കാണുന്നത് SBI PO പ്രിലിംസ് 2025. നിങ്ങൾക്കറിയാം, SBI PO എന്നുള്ള പോസ്റ്റ് എല്ലാവരുടെയും ഒരു ഡ്രീം ജോബാണ്, ഡ്രീം പോസ്റ്റാണ്. അത്രയും വലിയ പോസ്റ്റിലേക്കുള്ള പ്രിലിംസ് ഈ 8th മാർച്ച് നടന്നു, 16th മാർച്ച് നടന്നു, ഇനിയും 24-ാം തീയതിയും കൂടെ നടക്കാൻ പോകുന്നു. സോ നിങ്ങൾ ഓർക്കുക, ഒരു SBI PO എന്ന് പറഞ്ഞാൽ ഒരു ബാങ്ക് ആസ്പിരൻ്റെ ഡ്രീം ജോബാണ്. നമ്മുടെ കഴിഞ്ഞ വർഷം ജോയിൻ ചെയ്ത കുട്ടികൾക്ക് അവരുടെ ഫസ്റ്റ് മാസം കിട്ടിയ സാലറി 1 lakhനടുത്താണ്. അപ്പോൾ അത്രയും ഇതുള്ള ഒരു ആസ്പിരൻസ് നോക്കിയിരിക്കുന്ന ഒരു ഇതിലേക്കുള്ളതാണ്. എന്നാൽ ഈ വർഷം SBI 600 വേക്കൻസി കുറച്ചു. അപ്പോൾ കോമ്പറ്റീഷൻ ഭയങ്കരമായി കൂടി. സ്വാഭാവികമായും SBI എന്ന് പറഞ്ഞാൽ എപ്പോഴും മാറ്റങ്ങൾക്ക് വിധേയരാണ്. അവരാണ് എപ്പോഴും ഒരു മാറ്റം കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇപ്രാവശ്യം പ്രിലിംസ് തന്നെ അവർ മാറ്റിക്കളഞ്ഞു. പ്രിലിംസ് 35 റീസണിങ് 35, മാത്സ് 35, ഇംഗ്ലീഷ് 30 എന്നുള്ള സ്ട്രക്ചറെ മാറ്റി അവർ ഇംഗ്ലീഷിന് 40 മാർക്ക് എന്നുള്ളത് കൊണ്ടുവന്നു. റീസണിങ്ങും മാത്സും 30 ക്വസ്റ്റ്യൻ എന്നുള്ള ഇതിലേക്ക് വന്നു. സോ അവരുടെ ലക്ഷ്യം തന്നെ നല്ലപോലെ ഇംഗ്ലീഷും റീസണിങ്ങും മാത്സും അറിയാവുന്നവരായിരിക്കണം മെയിൻസിലേക്ക് വരുന്നതെന്നാണ് അവരുടെ ലക്ഷ്യം. എന്നാൽ പ്രിലിംസ് കണ്ടത് നല്ല ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസാണ്. അത് മാത്സ് ആയാലും റീസണിങ് ആണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും എല്ലാം നല്ല ഒന്നിനൊന്നും മികച്ച ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഓരോ ഷിഫ്റ്റിനും കണ്ടത്. നമുക്ക് ഒരു ഷിഫ്റ്റിൽ കണ്ട ക്വസ്റ്റ്യൻസ് നോക്കാം. നമുക്ക് ആ ഒരു ഇതിലേക്ക് കടക്കാം. ഇപ്പോൾ നോക്കുന്നത് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ആൻഡ് ടോപ്പിക്സ് ആണ്. ഈ ഷിഫ്റ്റിന് വന്ന ഈ നമ്പർ 1 ഷിഫ്റ്റ്, മാർച്ച് 8ൻ്റെ നമ്പർ 1 ഷിഫ്റ്റാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നിങ്ങൾ എപ്പോഴും ഓർക്കുക, മെമ്മറി ബേസ്ഡ് പേപ്പർ എന്ന് പറഞ്ഞാൽ കൂടുതൽ അസംഷൻസ് ആയിരിക്കും. എല്ലാം ആക്യുറേറ്റ് ആയിരിക്കണമെന്നില്ല. പല കുട്ടികളും വന്ന് പറയുന്ന ഐഡിയാസും അതേ പസിൽ തന്നെ വരണമെന്നില്ല. അതേ ടോപ്പിക്ക് അതേ ടൈപ്പിലുള്ള പസിൽ, പിന്നെ ഓരോരുത്തരുടെ അസംഷൻസും അതിനെക്കാട്ടി ചിലപ്പോൾ കട്ടി കൂടിയതാകാം, ഇച്ചിരി കുറഞ്ഞതാകാം. അന്നേരം ആ ടൈപ്പ് കൂടുതൽ ഡിസ്കസ് ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അത് എപ്പോഴും ഓർക്കുക, എപ്പോഴും ആക്യുറേറ്റ് എന്നുള്ള ഇതിലേക്കില്ല. നമ്മൾ 8 മാർച്ച് ഫസ്റ്റ് ഷിഫ്റ്റ്, അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന റീസണിങ്ങിൻ്റെ ഇത്. 8 മാർച്ച് ഫസ്റ്റ് ഷിഫ്റ്റിൽ വന്ന റീസണിങ് മോഡറേറ്റ് ആയിരുന്നു. ഈസി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, കാരണം മാത്സ് നല്ല ടഫായിരുന്നു, ഇംഗ്ലീഷും മോഡറേറ്റ് ആയിരുന്നു, റീസണിങ്ങും മോഡറേറ്റ് ആയിരുന്നു. സോ റീസണിങ്ങിന് ഒരു ഗുഡ് അറ്റംപ്റ്റ് എന്ന് പറഞ്ഞാൽ 20 to 25 വേണമായിരുന്നു ആ ഒരു ഇതിൽ. കാരണം നമുക്ക് ടോപ്പിക്സ് നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. എന്നാൽ റീസണിങ്ങിന് അത്രയും നല്ല കട്ട് ഓഫ് അറ്റംപ്റ്റ് വന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇംഗ്ലീഷും കൂടെ കൂടി മാത്സും കൂടെ കൂടി കട്ട് ഓഫിലേക്ക് വരാൻ പറ്റത്തുള്ളൂ. സോ കട്ട് ഓഫ് നല്ല വേണ്ടവർക്ക് റീസണിങ് ഒരു നല്ല ഇതായിരുന്നു. അപ്പോൾ മോഡറേറ്റ് ആയിരുന്നു ആ റീസണിങ്. നമുക്ക് അതിൻ്റെ ടോപ്പിക്സിലേക്ക് പോകാം. എങ്ങനെയായിരുന്നു അതിൻ്റെ ബ്രേക്കപ്പ് എന്ന് നോക്കാം. ടോപ്പിക്സ് ബ്രേക്കപ്പ് നമ്മളിവിടെ നോക്കുമ്പോൾ നമുക്ക് കാണാം. മിസ്ലേനിയസ്, അവർ ഇതിനകത്തൊരു മാറ്റങ്ങൾ വരുത്തിയത്. മിസ്ലേനിയസ് വെറും 5 മാർക്കിനായിരുന്നു. 5 മാർക്കിന്. സാധാരണ ഇതുവരെയുള്ള ഇത് വെച്ചാന്ന് വെച്ചാൽ 20 + 15, 20 പസിലും 15 മിസ്ലേനിയസും ആയിരുന്നു. എന്നാൽ ഈ പ്രാവശ്യത്തെ പാറ്റേൺ അവർ മാറ്റി. അവർ പസിൽ കൂടുതലിലേക്ക് വന്നു. നിങ്ങൾക്ക് കാണാം 25 പസിലാണ് വന്നത്. 25 മാർക്കിന് പസിൽ, അതായത് 5 പസിൽ. വെറും 5 മാർക്കിന് മാത്രമാണ് മിസ്ലേനിയസ് വന്നത്.
സോ നമുക്ക് ആ ടൈപ്പിലേക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾ ഇനി 24-ാം തീയതി പരീക്ഷ എഴുതാൻ പോകുന്നവർക്ക് ഇത് വളരെ പ്രയോജനമായിരിക്കും. നിങ്ങൾ ഇത് മാത്രം പ്രതീക്ഷിച്ചാൽ മതി. മിസ്ലേനിയസ് കൂടുതൽ എന്ന് പ്രതീക്ഷിക്കരുത്. കാരണം 35 മാർക്കിൽ 30 ആക്കി കട്ട് ചെയ്തു. അപ്പോൾ അവർ മിസ്ലേനിയസ് ആണ് കുറച്ചത്, പസിലല്ല കുറച്ചത്. സോ 8th മാർച്ചിന് വന്ന നമുക്ക് പസിൽ ടൈപ്പും കാര്യങ്ങളും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കാം. അതിനകത്ത് സിലോയിസം 3 മാർക്കിനുണ്ടായിരുന്നു, നമ്മളത് ഡിസ്കസ് ചെയ്യും. അതിനകത്ത് വേർഡ് ഫോർമേഷൻ അല്ലെങ്കിൽ പെയർ ഫോർമേഷൻ നമ്പറായിരുന്നു, അത് 1 മാർക്കിന്. ഓഡ് വൺ ഔട്ട് അതും 1 മാർക്കിന്. ഇതൊക്കെ ആൽഫ ന്യൂമറിക്കിൻ്റെ ഇതിൽ വരുന്നതാണ്, മിസ്ലേനിയസിൽ വരുന്നതാണ്. പസിലിലേക്ക് കടക്കുമ്പോൾ ആദ്യത്തെ 5 മാർക്കിന് പോസ്റ്റ് ബേസ്ഡ് പസിലുണ്ടായിരുന്നു. അതായത് ഓരോ പോസ്റ്റിനെ ബേസ് നമ്മൾ ഡിസ്കസ് ചെയ്യും അതിലേക്ക്. ദെൻ 1 ഈസ് പാരലൽ റോ സിറ്റിംഗ് അറേഞ്ച്മെൻറ്റ്. ദെൻ നെക്സ്റ്റ് 1 ഈസ് ബോക്സ് ബേസ് പസിൽ. ബോക്സ് ബേസ് പസിൽ നിങ്ങൾക്ക് കാണാം. മോഡറേറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ 3 പസിൽ വേരിയബിൾ ഇല്ലാത്തതായിരുന്നു. അതാണ് ഇതിൻ്റെ പോസ്റ്റും പാരലലും ബോക്സും വേരിയബിൾ ഇല്ല, സിമ്പിൾ പസിലായിരുന്നു അതിനകത്ത്. എന്നാൽ 4ാമത് വന്ന പസിൽ സെക്ഷൻ ബേസ്ഡ് പസിലായിരുന്നു, സെലക്ഷൻ ബേസ്ഡ് പസിൽ. അതായത് ടാബുലാർ പസിലായിരുന്നു അതിൽ വന്നത്. എന്നാൽ അതിന് വേരിയബിൾ ഉണ്ടായിരുന്നു. ഫ്ലോർ ബേസ്ഡ് പസിലായിരുന്നു അടുത്തത്, അതിന് വേരിയബിൾ ഉണ്ടായിരുന്നു. സോ ടോട്ടൽ 3 എണ്ണം വേരിയബിൾ ഇല്ലാത്തതും 2 എണ്ണം വേരിയബിളുള്ള ടോട്ടൽ അങ്ങനെ 30 മാർക്കിനായിരുന്നു വന്നത്. സോ നിങ്ങൾക്ക് നല്ലൊരു അറ്റംപ്റ്റ് 8 മാർച്ചിന് അറ്റൻഡ് ചെയ്തവരുടെ നല്ലൊരു അറ്റംപ്റ്റ് 20 to 25 ആണെങ്കിൽ അവർക്ക് നല്ലൊരു പ്രതീക്ഷ റീസണിങ്ങിന് കാണും. നമുക്കിനി ഇതിൻ്റെ ഓരോ ക്വസ്റ്റ്യൻസായിട്ട് നമുക്ക് സോൾവ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. നമുക്ക് ആദ്യം മിസ്ലേനിയസിലേക്ക് വെക്കാം. മിസ്ലേനിയസിൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട സിലോയിസം, കാരണം സിലോയിസം 3 മാർക്കിന് ക്വസ്റ്റ്യൻ ചോദിച്ചതാണ്. സോ നമുക്ക് സിലോയിസം ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഇതാണ് സിലോയിസത്തിൻ്റെ ആദ്യത്തെ ക്വസ്റ്റ്യൻ. നിങ്ങൾക്കറിയാം, ഈച്ച് ക്വസ്റ്റ്യൻ 2 സം സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ഗിവൻ ഫോളോഡ് ബൈ സം കൺക്ലൂഷൻ. നിങ്ങൾ ഓർക്കുക, ഞാനിന്നിവിടെ ചെയ്യുന്നത് സ്പീഡ് ടെസ്റ്റ് അല്ല, ഞാൻ നിങ്ങൾ മനസ്സിലാകാൻ വേണ്ടിയിട്ടും ഇവിടെ സ്ലോയിലാണ് ചെയ്യുന്നത്, അത് ഓർക്കുക അതിനകത്ത്. സോ സം കൺക്ലൂഷൻസ് ഉണ്ട് ഇതിനകത്ത്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ലോജിക്കലി ഫോളോ. സോ നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ഫോളോ ചെയ്യുന്ന ഏതാണ് അതാണ് നമ്മൾ നോക്കുന്നത്. സോ നിങ്ങൾ ക്വസ്റ്റ്യൻ കണ്ടു എന്ന് വിചാരിക്കുന്നു. നമുക്കിനി അത് സോൾവിലേക്ക് വരാം. വെൻ ഡയഗ്രമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സിലോയിസത്തിൻ്റെ ബേസ് ക്ലാസ് ഇല്ലാത്തവർ ദയവ് ചെയ്ത്, കാരണം ഇത് ഇച്ചിരി ഹയർ ഇതിലേക്കാണ്. സോ അതുകൂടൊക്കെ ഉള്ളവർക്ക് ഇത് പെട്ടെന്ന് ഇത് ചെയ്യാൻ പറ്റും. കാരണം ഇതിനകത്ത് ഒളി കൺസെപ്റ്റ്സ് ഒക്കെ വരുന്നുണ്ട്. അപ്ഡേറ്റഡ് ഉള്ളവർക്കായിരിക്കും ഇത് ഇച്ചിരി ചെയ്യാൻ എളുപ്പം അതിനകത്ത്. സോ ഓൾ ആപ്പിൾ ആർ ഓറഞ്ച് നമുക്ക് വരച്ചു തുടങ്ങാം. ആപ്പിൾ ആർ ഓറഞ്ച്. only a few orange are fruit. only a few orange are fruit എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓർക്കുക, only a few means some orange are fruit, some orange are not fruit. only a few എന്ന കൺസെപ്റ്റ് സമ്മും സം നോട്ടും കൂടെ അടങ്ങിയിരിക്കുന്നതാണ്. സോ ഓൾറെഡി സം ഓറഞ്ച് ആർ ഫ്രൂട്ട്. ഇനി നമ്മൾ സം നോട്ടും കൂടെ കാണിക്കുന്നു. സം ഓറഞ്ച് ആർ നോട്ട് ഫ്രൂട്ട്. സം ഓറഞ്ച് ആർ നോട്ട് ഫ്രൂട്ട്, അതാണ് അതിൻ്റെ പ്രത്യേകത. ദെൻ ലാസ്റ്റ് വൺ, സം ആപ്പിൾ ഈസ് നോട്ട് റെഡ്. സം ആപ്പിൾ ഈസ് നോട്ട് റെഡ്. സം നോട്ടാണ്. സം ആപ്പിൾ ഈസ് നോട്ട് റെഡ്. റെഡിന് വേറെ ആരുമായിട്ടും ബന്ധമില്ല. ആപ്പിളിൻ്റെ കുറച്ച് പോർഷൻ റെഡ് അല്ല, അതാണ് ഇത് ചെയ്യുന്നത്. സോ ഇതാണ് അതിൻ്റെ ക്വസ്റ്റ്യൻ്റെ അനുസരിച്ചുള്ള വെൻ ഡയഗ്രം. ഇനി നമുക്ക് കൺക്ലൂഷനിലേക്ക് കിടക്കാം. കൺക്ലൂഷൻ എന്താണ് പറയുന്നത്? ഓൾ ഫ്രൂട്ട് ബീയിങ് ആപ്പിൾ ഈസ് എ പോസിബിലിറ്റി. ഓൾ ഫ്രൂട്ട് ബീയിങ് ആപ്പിൾ ഈസ് എ പോസിബിലിറ്റി. ഫ്രൂട്ടും ആപ്പിളുമായിട്ട് ബന്ധമുണ്ടോ എന്ന് നോക്കുക. കാൺസേ വന്നാൽ പോസിബിലിറ്റിയിൽ അതെന്തായാലും വരും. സോ ആദ്യത്തേത് ശരി. സോ രണ്ടാമത്തേത് നോക്കാം നമുക്ക്. സോ ആദ്യത്തേത് ഫോളോ ചെയ്യും. സം റെഡ് ആർ ഓറഞ്ച്. നമുക്ക് ഈ ഡയഗ്രത്തിൽ നിന്ന് തന്നെ കാണാം. സം റെഡ് ആർ ഓറഞ്ച് എന്ന് പറഞ്ഞാൽ കാൺസേ എന്നാണ് വരുന്നത്. സോ നമുക്ക് രണ്ടാമത്തേത് ഫോളോ ചെയ്യില്ല. സോ ആൻസർ ഈസ് only one follows. നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്തതിലേക്ക് കിടക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങളുടെ അറിവിലേക്ക്. സ്റ്റേറ്റ്മെൻറ്റ്സ്: only trains are plane, some cars are train, all cars are ships. Conclusion: some plane being ship is a possibility, all trains can never be cars. അങ്ങനെ. സോ നമുക്ക് നിങ്ങൾ കണ്ടു, നമുക്കത് സോൾവ് ചെയ്യാൻ നോക്കാം. ഒള്ളി കൺസെപ്റ്റാണ് ഇവിടെ. ഒള്ളി കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഒള്ളി ARB മീൻസ് ഇതാണ് ഒള്ളി കൺസെപ്റ്റ്. ഒള്ളി ARB എന്ന് പറഞ്ഞാൽ ബി എന്ന ആൾ എയിൽ മാത്രം അടങ്ങിയിരിക്കുന്ന ആളാണ്. അയാൾക്ക് വേറെ ആരുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അവരുമായിട്ടെല്ലാം നോ റിലേഷൻ ആയിരിക്കും.
ഇത് ഒള്ളി കൺസെപ്റ്റ് പഠിച്ചവർക്ക് അറിയാം. നമ്മൾ എടുക്കുമ്പോൾ ഞാൻ എൻ്റെ ക്ലാസ്സിലേക്ക് എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നമുക്ക് അതിനുള്ള സമയമില്ലാത്തതുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. നമുക്കിതിനെക്കുറിച്ച് വരയ്ക്കാം. ഒള്ളി ട്രെയിൻസ് ആർ പ്ലെയിൻസ്. ഒള്ളി ട്രെയിൻസ് ആർ പ്ലെയിൻസ്. ട്രെയിനിനകത്താണ് പ്ലെയിൻ. സം കാർസ് ആർ ട്രെയിൻ. കാർസ് ആർ ട്രെയിൻ. നമ്മൾ ഇങ്ങനെ കാണിക്കുമ്പോൾ പ്ലെയിൻ ബാക്കിയുള്ളവരുമായിട്ട് ഒളി റിലേഷൻ ആണ് ഇല്ലെങ്കിൽ നോ റിലേഷൻ ആണെന്ന് കാണിക്കാൻ ഇങ്ങനോട് കാണിച്ചാൽ നല്ലതായിരിക്കും. കാരണം പ്ലെയിൻ ട്രെയിനിനകത്ത് വരുന്നതാണ്, ഒളി റിലേഷൻ ആണ്. പ്ലെയിനിന് ബാക്കിയുള്ളവരുമായിട്ടൊന്നും യാതൊരു ബന്ധവും ഇല്ല, നോ റിലേഷൻ ആണ് അതിനകത്ത്. ദെൻ ഓൾ കാർസ് ആർ ഷിപ്പ്. ഓൾ കാർസ് ആർ ഷിപ്സ്. കാറെല്ലാം ഷിപ്പിൽ വരും. ഇതാണ് ഇതിൻ്റെ ഡയഗ്രാം അതിനകത്ത്. സോ ഇനി നമുക്ക് കൺക്ലൂഷനിലേക്ക് പോകാം. സം പ്ലെയിൻ ബീയിങ് ഷിപ്പ് ഈസ് എ പോസിബിലിറ്റി. സം പ്ലെയിൻ ബീയിങ് ഷിപ്പ് ഈസ് എ പോസിബിലിറ്റി. നിങ്ങൾക്ക് കാണാം ഒളി റിലേഷൻ ആയതുകൊണ്ട് ഇതുമായിട്ട് നോ റിലേഷനാണ്. അപ്പോൾ ഇനി ഒരിക്കലും നോ റിലേഷൻ വന്നെടുത്ത് സം റിലേഷൻ വരില്ല. ഒരു റിലേഷനും പിന്നെ വരാനുള്ള സാധ്യത ഇല്ല. സോ നമുക്കതിനെ തെറ്റിടാം. ഓൾ ട്രെയിൻസ് ക്യാൻ നെവർ ബി കാർ. ഓൾ ട്രെയിൻസ് ക്യാൻ നെവർ ബി കാർ ഇപ്പോഴുള്ള ഏറ്റവും കൺഫ്യൂഷനായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. ഇല്ലെങ്കിൽ കീവേഡാണ് ഈ ക്യാൻ നെവർ. ക്യാൻ നെവർ. ക്യാൻ നെവർ പലരും തെറ്റിദ്ധരിച്ച് പോസിബിലിറ്റി, നോട്ട് എ പോസിബിലിറ്റി എന്ന് എടുക്കും. ഒരിക്കലും അങ്ങനെ എടുക്കരുത്. ക്യാൻ നെവർ ഈസ് ഡെഫിനിറ്റ്. ഡെഫിനിറ്റാണ്. സോ നമ്മൾ എളുപ്പവഴി എന്താണെന്ന് ചോദിച്ചാൽ, ഇത് നിങ്ങൾ നോക്കുമ്പോൾ പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ ഓൾ നോട്ടിനെ സം നോട്ടായിട്ട് എടുക്കണം. ഓൾ നോട്ടിനെ കൺഫ്യൂഷനെ ഒഴിവാക്കാൻ വേണ്ടി ഓൾ നോട്ടിനെ സം നോട്ടായിട്ട് എടുക്കും. അപ്പോൾ ക്യാൻ നെവറിനെ നോട്ടെന്ന് എടുത്താൽ മതി, വേറെ ഒന്നും എടുക്കണ്ട. ഡെഫിനറ്റ് ആയിട്ട് എടുക്കണം. അപ്പോൾ നോട്ട് എ പോസിബിലിറ്റി എന്ന് ഒരിക്കലും എടുക്കരുത്. കാരണം ഗ്രാമറ്റിക്കലി നോക്കുമ്പോൾ ക്യാൻ നെവർ മീൻസ് നോട്ട് എ പോസിബിലിറ്റി. ക്യാൻ മീൻസ് പോസിബിലിറ്റി. സോ ക്യാൻ നെവർ മീൻസ് നോട്ട് എ പോസിബിലിറ്റി. അങ്ങനെ എടുത്താൽ നമുക്ക് ഈ ഉത്തരം തെറ്റിപ്പോകും. സോ നിങ്ങൾ എടുക്കേണ്ടത് ഓൾ ട്രെയിൻസ് ആർ നോട്ട് കാർസ്. ഇനി ഓൾ നോട്ടിനെ നമ്മൾ എന്താക്കി മാറ്റി? സം നോട്ടാക്കി. നിങ്ങൾ നോക്കിയേ, സം ട്രെയിൻസ് ആർ നോട്ട് കാർ. സം ട്രെയിൻ എന്തായി മാറും? പ്ലെയിനായി. പ്ലെയിൻ ആരുമായിട്ട് നോ റിലേഷൻ? കാറുമായിട്ട് നോ റിലേഷൻ. സോ സം നോട്ട് അവിടെ വന്നു. സോ ആൻസർ ഈസ് സെക്കൻഡ് വൺ ഫോളോസ്. സോ നിങ്ങൾ ഓർക്കുക, ഈ ക്യാൻ നെവർ നിങ്ങൾ മറക്കരുത്. അതിനെ നിങ്ങൾ നോട്ടായിട്ട് മാത്രമേ എടുക്കാവൂ. ഓൾ നോട്ട് ഈസ് ഈക്വൽ ടു സം നോട്ട്, അത് നിങ്ങൾ മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് കിട്ടും. അതിനകത്ത് സം നോട്ടിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുവാണ്. സം ട്രെയിൻ ആർ പ്ലെയിൻ. കാരണം ഇറ്റ് ഈസ് ഓൾ എ ആർ ബി ആണ്. സം ട്രെയിൻ ആർ പ്ലെയിൻ. സോ സം ട്രെയിൻ മീൻസ് പ്ലെയിൻ. ദാറ്റ് ഈസ് നോട്ട് കാർ. സോ അതെപ്പോഴും ഓർത്തുള്ളത്. സോ ദിസ് ഈസ് സെക്കൻഡ് വൺ ഫോളോസ്. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് സിലോയിസത്തിൻ്റെ അടുത്ത ഇതിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സോ നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. സിലോയിസത്തിൻ്റെ മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. സ്റ്റേറ്റ്മെൻറ്റ്സ്: നോ കപ്സ് ആർ മഗ്സ്, only a few cups are plates, all mugs are spoon. Conclusion: no plate being spoon is a possibility, all cups can never be plates. നിങ്ങൾക്കിത് കാണുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കാം. സിലോയിസത്തിൻ്റെ ഇപ്പോഴത്തെ താരങ്ങളാണ് only a few ആൻഡ് പുതിയ ആളും കൂടെ വന്നിട്ടുണ്ട്, ക്യാൻ നെവർ. മിക്കവാറും എല്ലാ കുട്ടികളും തെറ്റിക്കുന്നത് ഈ ക്യാൻ നെവറാണ്. സോ ക്യാൻ നെവർ എങ്ങനെ ഇത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. സോ അതിനെ ഒരു ഡെഫിനിറ്റായിട്ട് മാത്രം കാണാം. നമുക്കിതിലേക്ക് കിടക്കാം. നോ കപ്സ് ആർ മഗ്സ്. കപ്പും മഗ്ഗുമായിട്ട് നോ റിലേഷൻ. only a few cups are plates. കപ്പും പ്ലേറ്റുമായിട്ട് only a few ആണ്. only a few means some not. So some cup are plate, some cup are not plate. So രണ്ടെണ്ണം അടങ്ങിയിരിക്കുന്നതാണ് only a few. So only a few cup are plate means some cup are plate, some cup are not plate. So next one, all mugs are spoon. All mugs are spoons. Good. So that is a diagram. ഇനി നമുക്ക് കൺക്ലൂഷനിലേക്ക് വരാം. No plate being spoon is a possibility. No plate being spoon is a possibility. നിങ്ങൾക്ക് കാണാം പ്ലേറ്റ് സ്പൂണുമായിട്ട് ബന്ധങ്ങളൊന്നുമില്ല. ബന്ധങ്ങളൊന്നുമില്ലാത്തപ്പോൾ നമുക്ക് പറയാം കാണ്ട് സേ. നിങ്ങളോട് അവർ ചോദിക്കുകയാണ് പോസിബിലിറ്റി ഇല്ലെന്ന് വെച്ചോ. നോ പ്ലേറ്റ് ഈ സ്പൂൺ. നമുക്ക് ഇതിനകത്തൊന്ന് കാണാം പ്ലേറ്റ് സ്പൂണുമായിട്ട് ബന്ധമൊന്നുമില്ല. അപ്പോൾ നമ്മൾ എന്ത് പറയും? കാണ്ട് സേ. കാണ്ട് സേ എന്ന് ഡെഫിനിറ്റ് നിങ്ങൾ പറഞ്ഞാൽ അത് പോസിബിലിറ്റിയിൽ ശരിയായിരിക്കും. സോ അത് പ്രകാരം നോ പ്ലേറ്റ് ബീങ് സ്പൂൺ ഈസ് എ പോസിബിലിറ്റി ശരി. സോ ഫസ്റ്റ് വൺ നമുക്ക് അങ്ങനെ ശരി കൊടുക്കാം. വീണ്ടും വന്ന് നമ്മുടെ താരം
ഓൾ കപ്സ് ക്യാൻ നെവർ ബി പ്ലേറ്റ്സ്. നമ്മളിനി എങ്ങനെ എഴുതും? സം കപ്സ് ക്യാൻ നെവറിനെ എങ്ങനെ എഴുതും? ആർ നോട്ട് പ്ലേറ്റ്സ്. ഇനി അങ്ങനെ നോക്കി ഇച്ചിരി സിംപ്ലിഫൈ ആയല്ലോ. മറ്റേ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര കൺഫ്യൂഷനാണ്. നിങ്ങൾ ഇങ്ങനെ ആക്കിയെടുക്കുക അതിനെ. സം കപ്സ് ആർ നോട്ട് പ്ലേറ്റ്. അതെ, കപ്പും പ്ലേറ്റുമായിട്ട് ഒളീവ് ഫ്യൂ ആണ്. ഒളീവ് ഫ്യൂവിൽ എന്തടങ്ങിയിരിക്കുന്നു? സമ്മും അടങ്ങിയിരിക്കുന്നു, സം നോട്ടും അടങ്ങിയിരിക്കുന്നു. സോ സം കപ്സ് ആർ നോട്ട് പ്ലേറ്റ്സ് കറക്റ്റാണ്. സോ ഓപ്ഷൻ ഈസ് ബോത്ത് 1 and 2 ഫോളോസ്. സോ ഇതായിരുന്നു സിലോയിസത്തിൻ്റെ 3 ക്വസ്റ്റ്യൻസ്. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഞാനിപ്പോഴും പറയുന്നു, ഒളിയെ ഫ്യൂ കൺസെപ്റ്റ്സും ഒക്കെ അടങ്ങിയിരിക്കുന്നതാണ്. അപ്പോൾ ആദ്യമായിട്ട് സിലോയിസം പഠിക്കുന്നവർക്ക് എത്രമാത്രം അത് ഫോളോ ചെയ്തു എന്ന് എനിക്കറിയില്ല. ഞാൻ അതിൻ്റെ ബേസും കാര്യങ്ങളും ഒക്കെ നമുക്ക് തുടർച്ചയായിട്ട് വരുന്ന ക്ലാസ്സുകളിൽ ഞാൻ കഴിവതും, സിലോയിസം അത്രയും നല്ലൊരു സബ്ജക്റ്റാണ്, നിങ്ങൾ മനസ്സിലാക്കുക. ഒരു പരീക്ഷയ്ക്ക് നിങ്ങളെ നല്ലപോലെ അത് ഹെൽപ്പ് ചെയ്യും. അത് മെയിൻസ് ആയിക്കോട്ടെ. അപ്പോൾ അതിൻ്റെ ബേസ് തൊട്ട് പഠിച്ചു വരുന്ന ഇതിൻ്റെ പുതിയ താരങ്ങളാണ് ഈ ഒളിയെ ഫ്യൂവും ഒള്ളി ക്യാൻ നെവർ എന്നൊക്കെ. അതിൻ്റെ കൺസെപ്റ്റ് അറിയാവുന്നവർക്കായിരിക്കും ഇത് ഇച്ചൂടെ എളുപ്പം. അല്ലാതെ ആദ്യമായിട്ട് പഠിക്കുന്നവർക്ക് അത് അത്ര ഇതിലേക്ക് വരണമെന്നില്ല. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ഇറങ്ങാം. നമ്മുടെ മിസ്ലേനിയസിലെ 4ാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു നോക്കാം. ഇത് കൂടുതലും ആൽഫ ന്യൂമറിക് സീരീസിലെ മിസ്ലേനിയസ് ആയിട്ടാണ് വരുന്നത്. പെയർ ഫോർമേഷനാണ് ഇവിടെ ചെയ്യുന്നത്. ഈ പെയർ ഫോർമേഷൻ ആൽഫബറ്റ്സിലും ചെയ്യും, വേർഡ്സിലും ചെയ്യും, നമ്പറിലും ചെയ്യും. ഇന്ന് അവർ ചോദിച്ചിരിക്കുന്നത് നമ്പർ എന്നുള്ളതാണ്. ഈ നമ്പറിൽ എത്ര പേരാണ്? നമുക്ക് ആദ്യം ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. അതിലേക്ക് ഹൗ മെനി പേഴ്സ് ഓഫ് ഡിജിറ്റ്സ് ആർ ഇൻ ദ നമ്പർ 8353971 ഈച്ച് ഓഫ് വിച്ച് ഹാസ് ആസ് മെനി ഡിജിറ്റ്സ് ബിറ്റ്വീൻ ദം ബോത്ത് ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് ഡയറക്ഷൻ ആസ് ദേ ഹാവ് ബിറ്റ്വീൻ ദം അക്കോർഡിംഗ് ടു ഇംഗ്ലീഷ് ന്യൂമറിക് സീരീസ്. ഇത് പലർക്കും ഈ ക്വസ്റ്റ്യൻസ് മനസ്സിലാകാതെ പോകും. അത് വേർഡാണേലും നമ്പർ ആണേലും. അതാണ് ഇവിടുത്തെ പ്രശ്നം. നമുക്ക് ആദ്യം ഈ ക്വസ്റ്റ്യനെ ഒന്ന് മനസ്സിലാക്കാം. നമുക്ക് 8 3 5 7 3 9 7 1 1 2 3 4 5 6 7 8 ഇതൊരു 8 ഡിജിറ്റ് നമ്പറാണ്. അവർ വേർഡ് ഉപയോഗിക്കാറുണ്ട്, നമ്പർ ഉപയോഗിക്കാം. നമ്പർ ഇച്ചൂടെ ഒരു പ്രശ്നമുള്ളതാണ്. അതിനകത്ത് നിങ്ങൾ ചാടി കയറി ചെയ്യുമ്പോൾ പലപ്പോഴും ഇത് ടൈം കൺസ്യൂമിങ് ആയിപ്പോവും. ഒരു മാർഗ്ഗമേ ഉള്ളൂ, മിസ്ലേനിയസ് ആണെന്ന് ചാടി കയറി ചെയ്യും. പക്ഷേ അത്ര ഇതിലേക്ക് വരില്ല. കാരണം ഇത് എപ്പോഴും തെറ്റാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇതെന്താണ് ചെയ്യുന്നത്, എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഹൗ മെനി പേഴ്സ് ഓഫ് ഡിജിറ്റ്സ് ആർ ഇൻ ദ നമ്പർ ഈച്ച് ഓഫ് വിച്ച് ഹാസ് ആസ് മെനി ഡിജിറ്റ്സ് ബിറ്റ്വീൻ ദം. അതായത് ഇംഗ്ലീഷ് ന്യൂമറിക് സീരീസ്. ഇംഗ്ലീഷ് ന്യൂമറിക് സീരീസ് എന്ന് പറഞ്ഞാൽ 1 2 3 4 5 6 7 8 9 10 അങ്ങനെ പോകും. ഇതിൽ ഇതേപോലെ ഈ നമ്പർ ഇതിനകത്ത് കിടപ്പുണ്ട്. അവർ ഇംഗ്ലീഷ് ന്യൂമറിക് സീരീസിൽ എങ്ങനെ കിടക്കുന്നോ അതേപോലെ കിടപ്പുണ്ട്. അവരുടെ ഇംഗ്ലീഷ് ന്യൂമറിക് സീരീസിൽ അവരുടെ ഇടയ്ക്ക് എത്ര നമ്പറുണ്ടോ അതേ നമ്പർ ഇവിടെയും കാണും. അതാണ് അവർ പറയുന്നത്. പിന്നെ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക, അതേ നമ്പറല്ല ഇവരുടെ ഇടയ്ക്ക് കിടക്കുന്നത്, അത്രയും നമ്പർ. ഇംഗ്ലീഷ് ന്യൂമറിക് സീരീസിൽ നിങ്ങൾ നോക്കുക, 1ഉം 4ഉം തമ്മിൽ ഇതൊരു പെയറാണ്. കാരണം ഇവരുടെ ഇടയ്ക്ക് എത്ര ലെറ്റർ ഉണ്ട്? 2 നമ്പറുണ്ട്. അതേപോലെ ഇതിനകത്തും കാണണം. 1നെയും 4നെയും കിട്ടിയാൽ നമുക്ക് അതിനൊരു പെയറായിട്ട് എടുക്കാം. പിന്നെ അടുത്തത് എല്ലാവരുടെയും സംശയം, ബോത്ത് ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് ഡയറക്ഷൻ. ഇത് ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് ഡയറക്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങളൊരു സീരീസ് എടുക്കുമ്പോൾ ഇതൊരു ഇംഗ്ലീഷ് ന്യൂമറിക് സീരീസ് ആണെങ്കിൽ ഇതിനെ ഫോർവേഡ് എന്ന് പറയും. 1 2 3 4 5 6 7 8 9 നിങ്ങൾ തിരിച്ചിടുന്നതിനെയാണ് ബാക്ക്വേർഡ് ഡയറക്ഷൻ. സോ ഫോർവേഡ് ഡയറക്ഷനിൽ എപ്പോഴും 1 കഴിഞ്ഞിട്ട് 2 വരത്തുള്ളൂ. എന്നാൽ ബാക്ക്വേർഡ് ഡയറക്ഷനിൽ എപ്പോഴും 2 കഴിഞ്ഞിട്ട് 1 വരും. അപ്പോൾ നിങ്ങൾ എണ്ണുമ്പോൾ നിങ്ങൾക്ക് 2 സൈഡിലും എണ്ണാമെന്ന് അവർ പറഞ്ഞേ. ഇങ്ങനെ മാത്രം എണ്ണിയാൽ പോരാ, 1 2 3 എന്ന് മാത്രം എഴുതിയാൽ പോരാ, 3 2 1 എന്ന് എണ്ണാം. അതാണ് ആ സൗകര്യം. നമുക്ക് ചെക്ക് ചെയ്യാം ഇതിനകത്ത് എങ്ങനെയാണിത് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനകത്ത് നിങ്ങൾ നോക്കുക, കണ്ടില്ലേ 3 ഒരക്കം കഴിഞ്ഞിട്ട് 5. നിങ്ങൾ നോക്കിക്കേ, 3 ഒരക്കം കഴിഞ്ഞിട്ട് 5 കണ്ടോ. ഇതിനെ നിങ്ങൾക്കൊരു പെയറായിട്ട് എടുത്തുകൂടെ? കാരണം 3ൻ്റെ 5ൻ്റെ ഇടയ്ക്ക് ഒരു അക്കമാണ് വരേണ്ടത്. അത് മുന്നോട്ട് പോയാലും പുറമോട്ട് പോയാലും. അതാണ് ഇവിടെ ഒരു 7 തന്നെ ആയിരിക്കണമെന്നില്ല. ഇവിടെ ഈ നമ്പറിനെ അല്ല പ്രാധാന്യം, എത്ര നമ്പർ ഉണ്ടെന്നുള്ളതാണ് പ്രാധാന്യം. ഇനി നമുക്ക് അടുത്തതിലേക്ക് നോക്കാം. വേറെ എന്തെങ്കിലും അടുത്തടുത്തുണ്ടോ നോക്കുക. നോക്കിയേ, 1 2 3 4 5 6 7. 1നും 8നും ഇടയ്ക്ക് നിങ്ങൾക്ക് ന്യൂമറിക്കൽ 1ൻ്റെയും 8ൻ്റെ ഇടയ്ക്ക് 6 അക്കൗണ്ട്. ഇവിടെ നോക്കിയേ, 1 2 3 4 5 6. സോ 1നെയും 8നെയും നമുക്കൊരു പെയറായിട്ട് എടുത്തുകൂടെ? 2. ഇനി ഇതുപോലത്തെ എന്തെങ്കിലും പെയറുണ്ടോ നോക്കിയേ, 7 8 9 കണ്ടില്ലേ, 7 8 9. 8ന് പകരം 3 വന്നതേ ഉള്ളൂ. സോ 7 9 ഒരു പെയറാണ്. സോ 3. സോ വേറെ പെയറുകളൊന്നും നമുക്ക് കാണില്ല. ഞാൻ പറഞ്ഞില്ല, ഇത് ഇച്ചിരി ഒരു ടൈം കൺസ്യൂമിങ് ആണ്.
അതിനകത്ത് അക്കം ആയതുകൊണ്ട് നമുക്ക് ഒരു ഇച്ചിരി ടൈം എടുക്കും. അതുകൊണ്ട് ചാടി കയറി ചെയ്യുന്നതിന് മുമ്പ് ചിന്തിക്കുക. അതിനെക്കാട്ടി ചിലപ്പോൾ നമുക്കൊരു പസിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റും അതിനകത്ത്. സോ ഇതാണ് അതിൻ്റെ ആൻസർ. സോ നമുക്ക് 3 പേര് മാത്രമേ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് നോക്കാം, ബാക്കി നിങ്ങൾക്ക് നോക്കിയാൽ അതിൻ്റെ ഇത് കിട്ടും. നമുക്ക് അടുത്തതിലേക്ക് കിടക്കാം. ഇതും ആൽഫ ന്യൂമറിക്കിൻ്റെ ഏകദേശം ആൽഫ മിസ്ലേനിയസ് ആയിട്ട് വരുന്നതാണ്, 1 മാർക്കിന് വരുന്നതാണ്. ഫൈൻഡ് ദ ഓഡ് വൺ ഔട്ട്. ഇവിടെ എന്താണ് ഇതിൻ്റെ ഐഡിയ എന്ന് ചോദിച്ചാൽ, ഇവർ തമ്മിലുള്ള പൊസിഷൻ ഇൻ ആൽഫബറ്റിക് ഓർഡർ, ഇംഗ്ലീഷ് ആൽഫബറ്റിക് ഓർഡറിൽ ഇവർക്കുള്ള പൊസിഷനാണ് ഇവരുടെ ഈ ഒരു ഇത്. ഇവരുടെ പൊസിഷൻ എല്ലാം കറക്റ്റ് ആയിരിക്കണം, എന്നാൽ ഒരാളുടെ പൊസിഷൻ തെറ്റായിരിക്കും. അതാണ് ഇതിനകത്തെ ഇത്. സിമ്പിളാണ് കാര്യങ്ങൾ ചെയ്യാൻ. നമുക്കൊന്ന് നോക്കാം അതിനകത്ത്. ഇപ്പോൾ ഉദാഹരണം JMH. എന്താണ് ഇവരുടെ പ്രത്യേകത? ജെ എന്ന് പറഞ്ഞാൽ ഇജോട്ടി. സോ 10 ഈസ് ദ നമ്പർ, ന്യൂമറിക്കൽ പൊസിഷൻ 10. M 13 ആണ്. H 8 അതിനകത്ത്. സോ ഇതാണ്, നിങ്ങൾ നോക്കിയേ, നമുക്കിങ്ങനെ നോക്കാം. 10 13 + 3, 13 8 -5. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ ഇതേ പൊസിഷനിങ് ആയിരിക്കണം ബാക്കിയുള്ളവർ. അതിലാരാണോ അതല്ലാതെ വരുന്നത് അവരെ നമുക്ക് ഇത് ചെയ്യാം. നിങ്ങൾക്ക് അല്ലാതെ ഇതെടുക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇതെടുക്കാം കേട്ടോ. ഞാനിങ്ങനെ എടുക്കുന്നത് അതുകൊണ്ട് എനിക്ക് ഇത് ചെയ്യും. അപ്പോൾ നിങ്ങൾ ജെയും എമ്മും നോക്കിയേ, +3. ജെയും എച്ച് നോക്കിയേ 2 കണ്ടോ, അങ്ങനെ എടുക്കാം, അതിനകത്ത് കുഴപ്പമില്ല. അപ്പോൾ ബാക്കിയെല്ലാം ഇതുപോലെ തന്നെ +3യും 2ഉം വരണം അതിനകത്ത്, അതേ ഉള്ളൂ. സോ JMH ആരുടെ സൈഡാന്ന് നമുക്കറിയില്ല. നമുക്ക് നോക്കാം. TWR PQR R18 T20, പിന്നെ 3 W23 R18. അപ്പോൾ നോക്കിയേ +3 -5. സോ നമുക്ക് നോക്കുമ്പോൾ കാണാം ഇവർ രണ്ടും സെയിമായി, അവർ രണ്ടും കണ്ടീഷൻ സെയിമായി. ഇനി അടുത്ത ആളിനെ നോക്കാം. EHC E5 H നമുക്കറിയാം 8. സോ 5 8, പിന്നെ C എത്ര 3. നോക്കിയേ +3 -5. അപ്പോൾ ഇയാളും ഇതിനകത്ത് തന്നെയുള്ളത്. നമുക്ക് അടുത്ത ആളിനെ നോക്കാം. QTO Qയും Tയും T20 17. ഇവിടെയും സെയിം തന്നെ, +3 -5. സോ നമുക്ക് അയാളെ കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിനകത്ത് നമുക്ക് ഏകദേശം മനസ്സിലായി, ആരാന്നുള്ളത് മനസ്സിലായി. നമുക്ക് അയാളെ കൂടെ ചെക്ക് ചെയ്ത് നോക്കാം. ORK ഓയുടെ നമുക്കുണ്ട് 15 18 K11. സോ ഇവിടെ നമുക്ക് കാണാം +3 ആണ്, പക്ഷേ ഇതിൻ്റെ ഗ്യാപ്പ് 7 ആണ്. അപ്പോൾ -7 എന്തും ആയിക്കോട്ടെ, അത് ഇവിടെ പ്രശ്നമില്ല. നിങ്ങൾ നോക്കാം, ബാക്കിയെല്ലാം സെയിം ഇതിലേക്ക് പോകുമ്പോൾ ഒരാൾ മാത്രം ഓഡ് വൺ ഔട്ട്. സോ ദ ആൻസർ ഈസ് ORK ഈസ് ദ ആൻസർ. സോ ഇത്രയായിരുന്നു 3 സിലോയിസം 2 മിസ്ലേനിയസ്. 5 മാർക്കിനാണ് ഓർക്കുക. ഞാൻ അതാ പറഞ്ഞത്, മിസ്ലേനിയസ് ആണെങ്കിലും അവരത്ര എളുപ്പത്തിൽ വഴങ്ങി കൊടുക്കുന്നവരല്ലായിരുന്നു അതിനകത്ത്. സോ നമ്മൾ വളരെ ശ്രദ്ധയോടു കൂടി നിന്നില്ലെങ്കിൽ ഈ മിസ്ലേനിയസ് പോലും നമുക്ക് ചെയ്യാൻ പറ്റാതായിപ്പോൾ. നമുക്ക് അടുത്ത പസിലിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്കിനിയും പസിലിലേക്ക് കിടക്കാം. നമ്മൾ ആദ്യം കാണുന്നത് പോസ്റ്റ് ബേസ് പസിലാണ്. പോസ്റ്റ് ബേസ് പസിലിൻ്റെ ഐഡിയ എന്താണെന്ന് ചോദിച്ചാൽ, ദർ ആർ സെവറൽ പോസ്റ്റ് ഇൻ എ കമ്പനി. നമുക്ക് ക്ലർക്ക് ഉണ്ടാകാം, മാനേജറാകാം, അസിസ്റ്റന്റ് മാനേജറാകാം, അങ്ങനെ GM വരെ ആകാം. സോ ഇതിനൊക്കെ ഒരു സീനിയോറിറ്റി ലെവലും ഉണ്ട്, ജൂനിയോറിറ്റി ലെവലും ഉണ്ട്. നമുക്ക് ഈ കിട്ടുന്ന ആളുകളെ, നമുക്ക് തന്നിരിക്കുന്ന ആളുകളെ ആ പോസ്റ്റിലേക്ക് നമ്മൾ കൊടുക്കണം. തന്നിരിക്കുന്ന ഇൻഫർമേഷൻ അനുസരിച്ച് നമ്മൾ അവരെ അസൈൻ ചെയ്യുക. അതാണ് നമുക്ക് പോസ്റ്റ് ബേസ് ഇതിൽ. പലരും സീനിയറും കാണും, ജൂനിയറും കാണും. തന്നിരിക്കുന്ന ഇതനുസരിച്ച്, ക്ലൂ അനുസരിച്ച് നമ്മൾ ചെയ്യുക. അപ്പോൾ ഞാൻ ചെയ്യുന്ന പസിൽ മെത്തേഡ് എന്താണെന്ന് ചോദിച്ചാൽ, ഈ തരുന്ന ഇൻഫർമേഷനെ എല്ലാം നമ്മൾ അനോട്ടേഷനായിട്ട് വരയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇൻഫർമേഷനായിട്ട് മാറ്റിയാൽ നമുക്ക് പിന്നെ അത് മാത്രം നോക്കിയാൽ മതി. ഒരിക്കലും നിങ്ങൾ ഇത്രയും സ്റ്റേറ്റ്മെൻറ്റ് വായിച്ച് വലയേണ്ട കാര്യമില്ല. സ്റ്റേറ്റ്മെൻറ്റ് എപ്പോഴും വായിച്ച് നോക്കി നമ്മൾ അതിൽ ആശ്രയിച്ചാലുള്ള കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ, പലപ്പോഴും ഇൻഫർമേഷൻ മിസ്സാകാനുള്ള ചാൻസ് ഉണ്ട്. നിങ്ങൾ ആദ്യം വായിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് പോലെ ആയിരിക്കത്തില്ല. നിങ്ങളുടെ മൂഡും കറക്റ്റ് അല്ലെങ്കിൽ നിങ്ങൾ വായിക്കുന്നത് തെറ്റായി പോകും. അപ്പോൾ പസിൽ തെറ്റാനും ചാൻസ് ഉണ്ട്. അപ്പോൾ കയ്യോടെ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, സ്റ്റേറ്റ്മെൻറ്റ് വായിക്കുക, ഞാൻ ചെയ്യുന്ന മെത്തേഡിലേക്ക് വരിക. അതിനകത്ത് ഞാൻ പസിലിൻ്റെ ക്ലാസ് എടുക്കുമ്പോൾ ഞാനത് കാണിച്ചു തരാം. എന്നിരുന്നാലും എപ്പോഴൊന്നും ഓർക്കുക, നമ്മൾ ഈ തരുന്ന സ്റ്റേറ്റ്മെൻറ്റിനെ എല്ലാം
ഇൻഫർമേഷനാക്കി കൺവേർട്ട് ചെയ്യുന്നു. പിന്നെ ആ ഇൻഫർമേഷൻ നോക്കിയിട്ട് നമ്മൾ പസിൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം അതിനകത്ത്. സോ 9 persons ABCDF ആർ ഡെസിഗ്നേറ്റ് ഓൺ ഡിഫറെൻറ്റ് പോസ്റ്റ് ഇൻ എ കമ്പനി ബട്ട് നോട്ട് ഇൻ ഗിവൺ. ഇതൊക്കെ സാധാ കഥകൾ തന്നെ. ഡെസിഗ്നേഷൻ ഇതൊക്കെയാണ്. CEO CTO അത് ആ ഓർഡറിലാണ്. CEO ആണ് ഏറ്റവും ടോപ്പ്. ദെൻ മാനേജർ നമുക്ക് കാണാം. CEO ഉണ്ട്, CFO ഉണ്ട്, CTO ഉണ്ട്, CMO ഉണ്ട്, VP ഉണ്ട്, GM ഉണ്ട്, AGM ഉണ്ട്, DGM ഉണ്ട്, ദെൻ മാനേജർ. സോ മാനേജറാണ് ഏറ്റവും ലോവസ്റ്റ്. ദെൻ CEO ആണ് ഏറ്റവും ടോപ്പ് ആസ് ഇൻ എ കമ്പനി. അതാണ്. സോ അവർ പറഞ്ഞിട്ടുണ്ട് ദീസ് ഡെസിഗ്നേഷൻ ആർ ഗിവൺ ഇൻ ദ ഡിക്രീസിങ് ഓർഡർ ഓഫ് സീനിയോറിറ്റി ഫ്രം CEO ടു മാനേജർ റെസ്പെക്റ്റീവ്ലി. സോ CEO ടു മാനേജറാണ് ഇത് തന്നിരിക്കുന്നത്. നിങ്ങൾ ഇനി ഓരോരുത്തരെ അറേഞ്ച് ചെയ്യുകയാണ് വേണ്ടത്. സോ നമ്മളെപ്പോഴും ഇങ്ങനത്തെ ഒരു ഇതിലേക്ക് വരുമ്പോൾ നമ്മളെപ്പോഴും ആ ബോക്സ് വരയ്ക്കുന്നതായിരിക്കും നല്ലത്. സീനിയർ ടു ജൂനിയർ. സോ നമുക്ക് എത്ര പേരാണുള്ളത്? 9 persons. 1 2 3 4 5 6 7 8 9 പോസ്റ്റ്. ഇവിടെ നമ്പർ, ഇവിടെ പോസ്റ്റ്. നിങ്ങളെൻ്റെ വരയോടുകൂടി ക്ഷമിക്കുക. അതിനകത്ത് അത്ര വൃത്തിയായിട്ട് വരയ്ക്കാൻ എനിക്ക് അറിയാത്തതുകൊണ്ട് നമുക്ക് ഇതിലേക്ക് വരാം. നമുക്കിനിയും ഇൻഫർമേഷനിലേക്ക് വരാം. അതിനകത്ത് ഓഡ് നമ്പർ ഓഫ് പേഴ്സൺസ് ആർ സീനിയർ ടു ബി. നിങ്ങൾക്കറിയാം ഓഡ് നമ്പർ ഓഫ് പേഴ്സൺസ് ആർ സീനിയർ ടു ബി. ബിയുടെ മുകളിലേക്ക് സീനിയർ ടു ബി, ബിയുടെ മുകളിലേക്ക് ആര് മാത്രമേ വരത്തുള്ളൂ? ഓഡ് നമ്പർ. അതായത് ബിയുടെ മുകളിൽ സീനിയറായിട്ട് ഒന്നുകിൽ ഒരാൾ വരാം, ഇല്ലെങ്കിൽ 3 പേര് വരാം, ഇല്ലെങ്കിൽ 5 പേര് വരാം, ഇല്ലെങ്കിൽ 7 പേര് വരാം. ഇതാണ് അവസ്ഥ. സോ ബിയുടെ ഇതിലേക്ക് നമുക്ക് 9 വരാം, അല്ലേ? 7 വരാം, 6, 9 വരാൻ ചാൻസ് ഇല്ല അതിനകത്ത്. 5 വരാം, 4 വരാം. സോ അങ്ങനെ അതിനകത്ത്. സോ ദാറ്റ് ഈസ് അവർ ഫസ്റ്റ് ഇൻഫർമേഷൻ. ദെൻ 4 persons ആർ ബിറ്റ്വീൻ ബി ആൻഡ് എച്ച്. ബിയുടെ എച്ചിൻ്റെ ഇടയ്ക്ക് 4 പേർ. ബി എവിടെയാണെന്ന് നമുക്കറിയില്ല. സോ നമുക്ക് എങ്ങനെ കൊടുക്കാം? ബിയുടെയും എച്ചിൻ്റെയും ഇടയ്ക്ക് 4 പേർ. അങ്ങനെ തന്നെയല്ലേ കൊടുത്തേക്കുന്നത്? 4 persons ആർ ബിറ്റ്വീൻ ബി ആൻഡ് എച്ച്. അതിനകത്ത് സി ഈസ് 2 ഡെസിഗ്നേഷൻ സീനിയർ ടു എച്ച്. സി എച്ചിനേക്കാൾ 2 ഡെസിഗ്നേഷൻ സീനിയറാണ്. പലപ്പോഴും പല കുട്ടികൾക്കും പറ്റുന്ന ഇതെന്താണെന്ന് ചോദിച്ചാൽ അവർ ഇതിൻ്റെ ഇടയ്ക്ക് 2 പേരെ കയറ്റും. സോ സി ഈസ് 2 ഡെസിഗ്നേഷൻ സീനിയർ ടു എച്ച് എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് ഒരാൾ മാത്രമേ വരാവൂ. നോക്കിയേ, 1 പോസ്റ്റ്, 2 പോസ്റ്റ്. ഇങ്ങനെയാണ് 2 ഡെസിഗ്നേഷൻ. അപ്പോൾ 3 ഡെസിഗ്നേഷൻ സീനിയർ എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് 2 പേർ. അപ്പോൾ 3 - 1. ഇവിടെ 2 - 1, നമ്പർ -1. സോ നമുക്ക് ഇങ്ങനെ എഴുതാം. ഇത് കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, എച്ചിനേക്കാൾ 2 പോസ്റ്റ് മുകളിലാണ് സി. അതിനകത്ത് ദെൻ ദ നമ്പർ ഓഫ് പേഴ്സൺ ഡെസിഗ്നേറ്റഡ് ബിറ്റ്വീൻ ബി ആൻഡ് സി ഈസ് 2 less than the number of persons senior to E. അവരെന്താ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ നമ്പർ ഓഫ് പേഴ്സൺ ഡെസിഗ്നേറ്റഡ് ബിറ്റ്വീൻ ബി ആൻഡ് സി. ബിയുടെയും സിയുടെയും ഇടയ്ക്കുള്ള ആൾക്കാർ അവർ 2 എണ്ണം കുറവായിരിക്കും. സീനിയർ ടു ഇ, അതായത് ഇയുടെ സീനിയർ എത്ര പേരുണ്ടോ അവരെക്കാൾ 2 എണ്ണം കുറവായിരിക്കും. ഉദാഹരണം, ബിയുടെ സിയുടെ ഇടയ്ക്ക് 3 പേരാന്ന് വെക്കുക. അപ്പോൾ ഈയുടെ സീനിയറായിട്ട് എത്ര പേര് കാണും? +2 അല്ലേ? ഇത് 5 ആയിരിക്കണം. 5-ന് 2 എണ്ണം കുറവായിരിക്കണം ഇവിടെ. അതാണ് പറഞ്ഞതിനർത്ഥം അതിനകത്ത്. സോ ബിയുടെ സിയുടെ ഇടയ്ക്ക് ഒരാളാണെങ്കിൽ ഇവിടെ എത്ര പേരായിരിക്കും? 3. അതാണ് പറഞ്ഞതിനർത്ഥം. തിരിച്ചെടുക്കരുത് ഒരിക്കലും അതിനകത്ത്. ഓക്കെ, സോ ആ ഇൻഫർമേഷൻ ഇങ്ങനെയാണ് എഴുതേണ്ടത് അതിനകത്ത്. എ ഈസ് 4 ഡെസിഗ്നേഷൻ ജൂനിയർ ടു ജി. എ ഈസ് 4 ഡെസിഗ്നേഷൻ ജൂനിയർ ടു ജി. ജിയേക്കാൾ 3 ഡെസിഗ്നേഷൻ 4 അല്ലേ? അപ്പോൾ ഇടയ്ക്ക് എത്ര പേർ? 3 പേർ. എ ഈസ് 4 ഡെസിഗ്നേഷൻ ജൂനിയർ ടു ജി. ജിയേക്കാൾ 4ാമത് ഡെസിഗ്നേഷൻ, 4ാമത് നിൽക്കണം അതിനകത്ത്. ദ നമ്പർ ഓഫ് പേഴ്സൺസ് junior to G is 4 more than the number of persons senior to F. Number of persons junior to G is 4 more than number of persons junior to G is എത്ര പറഞ്ഞേക്കുന്നത്? 4 more than number of persons senior to F. എഫിനേക്കാൾ സീനിയറിനേക്കാൾ എത്ര പേരുണ്ടോ അവരെക്കാൾ 4 എണ്ണം കൂടണം. അപ്പോൾ
ഇവിടെ ഉള്ളതിനേക്കാൾ 4 എണ്ണം കൂടണം ഇവിടെ. പ്ലസ് ചെയ്യാൻ ഇവിടെ ഇട്ടിരിക്കുന്നത് എന്താ ചോദിച്ചാൽ ഇതിനേക്കാൾ കൂടണ്ട അവിടെ അതിനകത്ത്. ഓക്കെ. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള പസിൽ വരുമ്പോൾ നമ്മൾ ഇൻഫർമേഷൻ എഴുതി കഴിഞ്ഞാൽ ഇവിടെ ഒരു പ്ലാനുണ്ട്, കറക്റ്റായിട്ടൊരു റൂട്ട് മാപ്പുണ്ട് നിങ്ങൾക്ക് എവിടെ എത്തണമെന്നുള്ളത്. നമുക്ക് സ്റ്റേറ്റ്മെൻറ്റിൽ അത് കാണാൻ കിട്ടില്ല. സോ നമ്മളിതിലേക്ക് സൂക്ഷിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും നമുക്ക് ആരിൽ നിന്നാണ് ഇത് തുടങ്ങേണ്ടത്. നിങ്ങൾ നോക്കി ഏറ്റവും കൂടുതൽ കണക്ഷനുള്ള ആളിൽ നിന്ന് വേണം തുടങ്ങാൻ. നിങ്ങൾ നോക്കിയാൽ നല്ല വൃത്തിയായിട്ട് കാണാൻ പറ്റും. ബി കാണാം, ബി ഒരു കണക്ഷനാണ്, ബി വേറൊരിടത്തുണ്ട്. സോ ഇത് അടുത്ത കണക്ഷനാണ്. ഇതുവഴി നമുക്ക് ആരെയും കിട്ടും, സി എയും കിട്ടും, ഇയും കിട്ടും. നിങ്ങൾക്ക് വേറെ കണക്ഷൻ കൂടെ കിട്ടും, എച്ചിനെ കിട്ടും. ഇനിയും അവിടെ നോക്കിയാൽ നിങ്ങൾക്ക് സി എയും കിട്ടും, എച്ചിനെയും കിട്ടും. സോ പിന്നെ നിങ്ങൾക്ക് ജി എയും എഫിനെയും കോർത്തിണക്കിയാൽ മതി. അതാണ് നമ്മൾ. സോ നമുക്ക് ആദ്യത്തെ ഇത് വേണ്ടത് ബിയുടെ മുകളിലേക്ക് ഓഡ് നമ്പേഴ്സാണ്. ബിയുടെ മുകളിലേക്ക് ഓഡ് നമ്പർ, അതായത് മുകളിലേക്ക് 7 പേര് വരാം, 8 വരില്ല. മനസ്സിലായോ? സോ 7 വരാം, 5 വരാം, 3 വരാം, 1 വരാം. അത്രയാണ് അതിനകത്ത്. സോ നമ്മൾ 7 നിന്ന് നമുക്ക് പോസ്റ്റ് എഴുതാം. CEO, CFO, CTO, CMO, VP, GM, AGM, DGM, മാനേജർ. അത് തന്നെ പറഞ്ഞിട്ടുണ്ട് ഡി അസിസ്റ്റൻറ്റ് ജനറൽ മാനേജർ അല്ല. സോ ഡി ഇവിടെ വരില്ല അതിനകത്ത്. സോ നമ്മൾ ബി എ ഇനി ഇവിടെ പ്ലേസ് ചെയ്യാം. നിങ്ങൾക്ക് ബി എ ഇവിടെ പ്ലേസ് ചെയ്യാം, ഇവിടെ പ്ലേസ് ചെയ്യാം, ഇവിടെ പ്ലേസ് ചെയ്യാം, ഇവിടെ പ്ലേസ് ചെയ്യാം. സോ നമ്മൾ എവിടെ നിന്ന് വേണമെങ്കിൽ തുടങ്ങാം. മേളിൽ നിന്ന് തുടങ്ങാം, താഴെയിൽ നിന്ന് തുടങ്ങാം. മേളിൽ നിന്ന് തുടങ്ങി താഴെ വരാം, താഴെ നിന്ന് തുടങ്ങി മേളിൽ വരാം. ഞാൻ ബി എ ഇവിടെ പ്ലേസ് ചെയ്യുന്നു. അതായത് ബി എയുടെ മുകളിലേക്ക് എത്ര പേർ? 1 2 3 4 5 6 7. ഇനി അത് പറ്റിയില്ലെങ്കിൽ ഞാൻ എപ്പുറത്തേക്ക് മാറുന്നു? ബി എ അടുത്ത ആളിലേക്ക് മാറുന്നു. സോ ഞാനിവിടെ തുടങ്ങും. നമുക്ക് തുടങ്ങാം. ബി ഇനി അടുത്ത കണക്ഷനിലേക്ക് വരാം. സെക്കൻഡ് നമ്മൾ എന്തെടുക്കുന്നു? ബിയും എച്ചും തമ്മിൽ 4 പേരുടെ വ്യത്യാസം. ബി ഇവിടെ ആയ സ്ഥിതിക്ക് ബിയും എച്ചും 1 2 3 4 കഴിഞ്ഞ് എച്ച് ഇവിടെ. സോ നിങ്ങൾക്ക് നോക്കാം. സോ നമ്മൾ എച്ചിനെ പ്ലേസ് ചെയ്തു. എച്ചിൻ്റെ കണക്ഷൻ തൊട്ട് താഴെ കിടപ്പുണ്ട്. എച്ച് കഴിഞ്ഞ് ഒരു ഡെസിഗ്നേഷൻ കഴിഞ്ഞ് സി, സോ സിയെ നമുക്ക് സിഒയിലേക്ക് വെക്കാം. അപ്പോൾ ഇത്രയും നേരമുള്ളത് വെച്ചിട്ട് നമ്മൾ ഈ കണക്ഷൻ ചെയ്തു. ഇനിയും നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് വേറെ കാണും. ബി എം സി എം കിട്ടിയ സ്ഥിതിക്ക് അവരൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ബി എയുടെ സിയുടെ ഇടയ്ക്ക് എത്ര പേരുണ്ടോ അവർ ഈയുടെ സീനിയോറിറ്റിയിൽ എത്ര പേരുണ്ടോ അതിനെക്കാട്ടി 2 എണ്ണം കുറവായിരിക്കും. സോ നോക്കാം. ബിയുടെ സിയുടെ ഇടയ്ക്ക് എത്ര പേർ? 1 2 3 4 5 6. അപ്പോൾ ഇവർ 6 പേരുണ്ട്. അങ്ങനെയാണ് ഈയുടെ സീനിയറായിട്ട് എത്ര പേര് വരണം? 8 പേര് വരണം. രണ്ടും കൂടെ കൂട്ടുക അതിനകത്ത്. സോ 8 പേര് വരണമെങ്കിൽ ഈ ഇവിടെ വരണം. സോ നമ്മൾ ബി എ കണ്ടുപിടിച്ചു, സി എ കണ്ടുപിടിച്ചു, ഇപ്പോൾ ഇ എയും കണ്ടുപിടിച്ചു. ഇനി നമുക്ക് ഇത് ചെയ്ത് പോകാം. നമ്മുടെ മുമ്പിലുള്ളത് നമുക്ക് ജി എ കണ്ടുപിടിക്കണം. ജി എ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഈ ഒരു ഇത് ഇട്ട് കൊടുത്തേ പറ്റും. ഇനി നമുക്ക് പോസിബിലിറ്റി ഇട്ട് കൊടുത്ത് നോക്കാം അതിനകത്ത്. അതായത് എയേക്കാൾ 4 പൊസിഷൻ മുകളിലാണ് ജി, മുകളിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നമ്മൾ എ ഇവിടെ വെച്ചാൽ 1 2 3 ജി ഇവിടെ വരാൻ പറ്റില്ല, കാരണം അവിടെ എച്ചുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പം നടക്കത്തില്ല. സോ നമുക്കിവിടെ കൊടുത്തു നോക്കാം. എ ഇവിടെ കൊടുത്താൽ 1 2 3 കഴിഞ്ഞിട്ട് ആര് വരും? ജി വരും. സോ നമ്മൾ അതിനെയും ബ്ലൂസ് ചെയ്തു അതിനകത്ത്. ഇനി നോക്കിയേ, നമുക്ക് അടുത്ത കണക്ഷൻ ഉണ്ട്. ജിയുടെ താഴെ എത്ര പേരുണ്ടോ അത് എഫിന് മുകളിലേക്കുള്ള എത്ര പേരുണ്ടോ അതിനേക്കാൾ 4 എണ്ണം കൂടുതലാണ്. അപ്പോൾ ജിയുടെ താഴേക്ക് എത്ര പേർ? 1 2 3 4 5 6 7. ഈ ജിയുടെ താഴെയുണ്ട് 7 പേരുണ്ട്. അപ്പോൾ എഫിൻ്റെ മുകളിലേക്ക് അതിൻ്റെ -4 ആയിരിക്കണം. അങ്ങനെയാണ് അതിൻ്റെ അത് വന്നേക്കുന്നത്. അപ്പോൾ എഫിൻ്റെ മുകളിലേക്ക് 3 പേർ. അപ്പോൾ എഫിനെ നമുക്കിവിടെ പ്ലേസ് ചെയ്തുകൂടെ? ഇനി നമുക്ക് ആരുടെയൊക്കെ ഇതുണ്ട്? എ ആയി, ബി ആയി, സി ആയി, ഡി ഇല്ല, ഇ എഫ് ജി ഉണ്ട്, എച്ച് ഉണ്ട്. നമുക്ക് ഐയും ഡി ആണുള്ളത്. നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. ഡി ഇവിടെ വരില്ല. അപ്പോൾ ഡി എന്തായാലും ഇവിടെ ആയിരിക്കും. സോ ഐയെ നമുക്ക് ഇവിടെ പ്ലേസ് ചെയ്യാം. സോ ഇത് നമ്മുടെ ആദ്യത്തെ പ്രോസസ്. നിങ്ങൾ നോക്കി എന്ത് സിമ്പിളാന്ന് നോക്കുക. ആ കറക്റ്റായിട്ട് അതിനകത്തുണ്ട്. നിങ്ങൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് വായിക്കുന്ന സമയം കൊണ്ട് നിങ്ങൾക്കിത് പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റും. കണക്ഷൻ എവിടെ നിന്നാന്ന് നോക്കിയാൽ മതി. ഏറ്റവും കൂടുതലുള്ള കണക്ഷൻ പസിൽ നിങ്ങളെ വിജയിപ്പിക്കുന്നത് അപ്രോച്ച് കൂടാ. അതൊരിക്കലും ഒരു ഷോർട്ട് കട്ടില്ല. ഷോർട്ട് കട്ട് എല്ലാവർക്കും ഒരേപോലെ പസിൽ വരുന്നത്. പക്ഷെ അവർ പഠിക്കുന്ന രീതി, അവർ അപ്രോച്ച് ചെയ്യുന്ന രീതി.
സോ ഇറ്റ്സ് ബേസിക്കലി അപ്രോച്ച്. ആ അപ്രോച്ച് ആര് കറക്റ്റായിട്ട് എടുക്കുന്നോ അവൻ രക്ഷപ്പെടും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടുന്ന് തുടങ്ങാം, പിന്നെ ഇവിടുന്ന് വരാം, പക്ഷേ അപ്പോഴത്തേക്ക് ലേറ്റായി പോവും. അതിനേക്കാൾ നല്ലത് ഏറ്റവും നല്ല കാണാം, അതന്നെയാണ് അപ്രോച്ച് എന്ന് പറയുന്നത്. സോ നമ്മുടെ അപ്രോച്ച് കറക്റ്റായി എന്നുള്ളതാണ്. കാരണം ഇത് പോയെങ്കിൽ നമ്മൾ എവിടെ നിന്ന് എടുക്കും? ബി എ ഇവിടെ നിർത്തും. അവിടെ പറ്റിയില്ലെങ്കിൽ അവിടെ എടുക്കും. ഞാൻ താഴെ നിന്ന് എടുത്തു, നിങ്ങൾക്ക് മേളിൽ നിന്ന് എടുക്കാം. അത് നമ്മുടെ അന്നേരത്തെ മനസ്സിൻ്റെ ഇതുപോലെ. അല്ലാതെ ഇതിന് മേളിൽ നിന്ന് എടുക്കണമെന്നോ താഴെ നിന്ന് എടുക്കണമെന്നോ നടുക്കിൽ നിന്ന് എടുക്കണമെന്നോ ഒന്നുമില്ല. അപ്പോൾ ഒന്ന് പരാജയപ്പെട്ടാൽ നമ്മൾ അടുത്തതിലേക്ക് കിടക്കുന്നു, അത്രമാത്രമേ ഉള്ളൂ. നമുക്ക് ഇതിൻ്റെ ഇപ്പം പസിൽ മനസ്സിലായല്ലോ. നമുക്ക് ഇതിൻ്റെ ക്വസ്റ്റ്യൻസും കൂടെ നോക്കാം. ഇത് എന്ത് ക്വസ്റ്റ്യൻസാണ് വന്നിരിക്കുന്നതെന്ന് ഉള്ളത് നോക്കാം. അതിനകത്ത് നിങ്ങൾക്ക് ഇതിനകത്ത് തന്നെ കാണാം. ഇപ്പോൾ പസിൽ കറക്റ്റായിട്ട് ഇത് ചെയ്തിട്ടുണ്ട്. നമ്പർ ഓഫ് പേഴ്സൺസ് ജൂനിയർ ടു ഐ എത്ര പേർ? 2 പേർ. ഈ സെയിം ആസ് നമ്പർ ഓഫ് പേഴ്സൺ സീനിയർ ടു. ആര് എത്ര പേരാണ് 2 പേര് സീനിയർ ആയിട്ടുള്ള ആളാര്? സോ ഇറ്റ് ഈസ് എച്ച് ഇസ് ആൻസർ. അപ്പോൾ അടുത്തതിലേക്ക് പോകാം. നോക്കിയേ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ്. ഇത് നോക്കിയിട്ട് ഏതാണ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് എന്ന് പറയുക. അതിനകത്ത് സിമ്പിളാണ് കാര്യങ്ങൾ. ഫസ്റ്റിൽ കണ്ടുപിടിച്ചാൽ പിന്നെ സിമ്പിളാണ്. അതിനകത്ത് എഫ് ഈസ് ഡെസിഗ്നേറ്റഡ് ആസ് സി ടി ഒ. എഫ് ആണോ സി ടി ഒ? അല്ല. സോ റോങ്. ലെസ് ദാൻ 4 പേഴ്സൺസ് ആർ ബിറ്റ്വീൻ ജി ആൻഡ് ബി. ജിയുടെയും ബിയുടെയും ഇടയ്ക്ക് ലെസ് ദാൻ 4 ആണ്. അതായത് 3, 2, 1 അല്ല, 4 കൂടുതലുണ്ട്. സോ അതും തെറ്റ്. എ ഈസ് ഇമ്മീഡിയറ്റ് ജൂനിയർ ടു ഡി. എ ഡിയുടെ തൊട്ട് ജൂനിയറാണ്. അതെ, നോക്കിയാൽ കാണാം. എ ഈസ് ഇമ്മീഡിയറ്റ് ജൂനിയർ ടു ഡി. ഈക്വൽ നമ്പർ ഓഫ് പേഴ്സൺസ് ആർ സീനിയർ ആൻഡ് ജൂനിയർ ടു ഇ. അല്ല. ഇക്ക് മുകളിലോട്ടും താഴോട്ടും ഒരേ നമ്പറാണ്. അല്ല. എ ഈസ് സീനിയർ ടു ജനറൽ മാനേജർ. എ ഈസ് സീനിയർ ടു ജനറൽ മാനേജർ. അല്ല, എ ജനറൽ മാനേജറാണ്. സോ അവർ ആൻസർ ഈസ് സി. അടുത്തതിലേക്ക് പോവാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് പെയർ ഓഫ് ഡെസിഗ്നേഷൻ ആൻഡ് പേഴ്സൺ ആർ കറക്റ്റ്. അതിനകത്ത് നോക്കാം. അസിസ്റ്റന്റ് ജനറൽ മാനേജർ ഐ. എ ജി എം ഐ ആണ്, കറക്റ്റാണ്. വൈസ് പ്രസിഡൻറ്റ് ഡി. പി പി ഡി ആണ്. പിന്നെ നിങ്ങൾ താഴേക്ക് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു ഓപ്ഷൻ കാണാം, ആൾ ആർ കറക്റ്റ്. കാരണം ഇത്രയും ശരിയായ സ്ഥിതിക്ക് ബാക്കിയെല്ലാം ശരിയായിരിക്കും. ചീഫ് മാർക്കറ്റിംഗ് ഓഫീസർ എഫ്. സി എം ഒ മാനേജർ ഇ. സോ ഇതിൽ നിന്ന് സമയം കളയാനില്ല നമുക്ക്. സോ അടുത്ത് നോക്കാം. എമംഗ് വിച്ച് പെയർ ഓഫ് പേഴ്സൺസ്. ഫസ്റ്റ് പേഴ്സൺ ഈസ് 3 ഡെസിഗ്നേഷൻ സീനിയർ ടു സെക്കൻഡ് പേഴ്സൺ. ഈ തന്നിരിക്കുന്ന പെയറിൽ ഫസ്റ്റ് പേഴ്സൺ 3 ഡെസിഗ്നേഷൻ സീനിയർ ആയിരിക്കണം. അതായത് ജി എ. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ വരണം. നോക്കിയേ, എ കഴിഞ്ഞ് ഇടയ്ക്ക് 2 പേരെ വരാവും. സോ പക്ഷേ ഇവിടെ എത്ര പേരുണ്ട്? 3 പേരുണ്ട്. സോ ഇതിനെ എടുക്കുമോ? ഇല്ല. ഫസ്റ്റ് പേഴ്സൺ ഈസ് 3 ഡെസിഗ്നേഷൻ സീനിയർ. 3 പേര് ഇടയ്ക്കുണ്ടെന്നല്ല, 2 പേര് ഇടയ്ക്കുണ്ടാവും. മൂന്നാമത് ഇയാളായിരിക്കണം അതിനകത്ത്. സോ ജി അതിനും മുകളിലാണ് അതിനകത്ത്. ഇനി സി ഐ. സിയും ഐയും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. സോ അതില്ല. എച്ച് എഫും തൊട്ടടുത്താണ്, ഇമ്മീഡിയറ്റ് സീനിയറാണ്. സോ പറ്റില്ല. ഡി ബി. നോക്കിയേ, ഡി കഴിഞ്ഞ് 2 കഴിഞ്ഞ് ബി, കറക്റ്റാണ്. ബി ഇ നോക്കേണ്ട കാര്യമില്ല. സോ ദ ആൻസർ ഈസ് ഡി. നോക്കാം. ഹു അമംഗ് ദ ഫോളോയിങ് ഈസ് 2 ഡെസിഗ്നേഷൻ ജൂനിയർ ടു ഐ. ഹു അമംഗ് ദ ഫോളോയിങ് ഈസ് 2 ഡെസിഗ്നേഷൻ ജൂനിയർ ടു ഐ. ഐയേക്കാൾ 2 ഡെസിഗ്നേഷൻ ജൂനിയർ. നോക്കിയേ, ഐയേക്കാൾ 2 ഡെസിഗ്നേഷൻ എന്ന് പറഞ്ഞാൽ ഒരാൾ ഇടയ്ക്ക് വരണം. അപ്പോൾ ആരായിരിക്കും? എച്ച് അല്ല, ഇ. സോ 5 ക്വസ്റ്റ്യൻ നമ്മൾ ഇത് ചെയ്തു. നമ്മുടെ പസിൽ സോൾവ് ചെയ്ത രീതി നിങ്ങൾ കാണുക. വളരെ പെട്ടെന്നാണ് ഇങ്ങനത്തെ ഇത്. സോ ഇൻഫർമേഷൻ കൺവേർട്ട് ചെയ്യുക. സ്റ്റേറ്റ്മെൻറ്റ് പിന്നെയും വായിച്ച് സമയം കളയാതിരിക്കുക. നമ്മൾ ഇൻഫർമേഷനിലേക്ക് നോക്കിയാൽ നമുക്ക് പസിൽ വളരെ എളുപ്പത്തിലേക്ക് നിങ്ങളുടെ അപ്രോച്ച് കറക്റ്റ് ആയിരിക്കട്ടെ. സോ ഇത് മനസ്സിലായെന്ന് നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്തൊരു പസിലാണ്. നമുക്ക് അറിയാവുന്നതാണ് പാരലൽ റോ. ഇവിടെ 14 പേരാണ് ഒരു പാരലൽ റോയിലിരിക്കുന്നത്. ഒരു പി ഒ ലെവലല്ലേ. അപ്പോൾ അതിനനുസരിച്ചുള്ള ഇത് കാണാം. നമുക്ക് പാരലൽ പസിലിൻ്റെ ഇതിലേക്ക് നോക്കാം. പാരലൽ പസിലിൻ്റെ അറേഞ്ച്മെൻറ്റ് എപ്പോഴും 2 റോ ആയിട്ടായിരിക്കും. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിൻ്റെ അറേഞ്ച്മെൻറ്റ് എപ്പോഴും ശ്രദ്ധിക്കുക. 14 പേഴ്സൺ സിറ്റ് ഇൻ 2 പാരലൽ റോസ്.
സച്ച് എ വേ ദാറ്റ് 7 persons സിറ്റ് ഇൻ ഈച്ച് റോ. ഇവർ ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കുന്നതായിരിക്കും. അപ്പോൾ BCDEFGH സിറ്റ് ഇൻ റോ 1 ഫേസ് നോർത്ത്. എപ്പോഴും ഓർക്കുക, ഇതാണ് റോ 1, ഇതല്ല. സോ ഇത് റോ 1-ൽ ഇരിക്കുന്നവരാണ്. ആരൊക്കെ? BCDEFGH. എന്നാൽ റോ 2-ൽ ഇരിക്കുന്നവർ ഫേസ് സൗത്താണ്. റോ 2-ൽ ഇരിക്കുന്നവർ ഫേസ് സൗത്താണ്. അവരാരൊക്കെ? PQRSTUV. PQRSTUV. നിങ്ങൾക്ക് ക്വസ്റ്റിനകത്ത് തന്നെ ഉണ്ട്, ഞാൻ പിന്നെ എഴുതിയെന്നേ ഉള്ളൂ. സോ അവർ പറഞ്ഞിട്ടുണ്ട് പേഴ്സൺസ് ഓഫ് ബോത്ത് റോ ഫേസ് ഈച്ച് അതർ. ഇവർ ഓരോരുത്തരും, ഞാൻ ഇത് സൗത്താണ്, എല്ലാവരും സൗത്താണ്, ഇതെല്ലാവരും നോർത്താണ്. സോ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കുന്നതാണ് ഒരു പാരലൽ റോസിലെ അറേഞ്ച്മെൻറ്റ് വരുന്നത്. സോ ബാക്കി നമുക്ക് നോക്കാം. നമുക്ക് ഇൻഫർമേഷൻ മുമ്പത്തെ പോലെ കൺവേർട്ട് ചെയ്യാം, എന്നിട്ട് പോസിബിലിറ്റി ഇട്ട് നോക്കാം. എവിടെ തുടങ്ങണമെന്നൊക്കെ നമുക്ക് അന്നേരം മനസ്സിലാവും. നമുക്ക് നോക്കാം. T ഫേസസ് ദ വൺ ഹൂ സിറ്റ്സ് തേർഡ് ടു ദ ലെഫ്റ്റ് ഓഫ് G. T എന്ന് പറയുന്ന ആൾ, T എവിടെയാണ്? മുകളിലാണ് ഇരിക്കുന്നത്. സോ നമുക്ക് അങ്ങനെ തന്നെ വരയ്ക്കാം. T ഫേസസ് ദ വൺ. T ആരെ ഫേസ് ചെയ്യുന്നു? നമുക്കറിയില്ല ആരാന്ന്. പക്ഷേ അയാൾ ഹൂ സിറ്റ്സ് തേർഡ് ടു ദ ലെഫ്റ്റ് ഓഫ് G. G നോർത്താണ്. സോ 2 പേർ ഇടയ്ക്ക് കാണും. ഇങ്ങനെയാണ് അറേഞ്ച്മെൻറ്റ് വരുന്നത്. T ഫേസസ് ദ വൺ ഹൂ സിറ്റ്സ് തേർഡ് ടു ദ ലെഫ്റ്റ് ഓഫ് G. സോ അത് നമ്മുടെ ഒരു നല്ല സോളിഡ് ഇൻഫർമേഷൻ ആണ് അതിനകത്ത്. ദെൻ നമ്പർ ഓഫ് പേഴ്സൺസ് ടു ദ ലെഫ്റ്റ് ഓഫ് G ഈസ് 1 more than ദ നമ്പർ ഓഫ് പേഴ്സൺസ് ടു ദ റൈറ്റ് ഓഫ് B. നമുക്ക് ജിയുടെ ലെഫ്റ്റിലേക്ക് എത്ര പേരുണ്ടോ അത് പിയുടെ റൈറ്റ്, പി അവിടെയാണ് ഇരിക്കുന്നത്, പിയുടെ റൈറ്റിലേക്ക്, ഞാനിവിടെ ഇങ്ങനെ കാണിക്കുന്നതേ ഉള്ളൂ, പിയുടെ റൈറ്റിലേക്കുള്ളവരിൽ 1 കൂടുതലായിരിക്കും. അതായത് ജിയുടെ ലെഫ്റ്റിലേക്കായിരിക്കും ആൾ കൂടുതൽ. ജിയുടെ ലെഫ്റ്റിൽ 4 പേരാണെങ്കിൽ പിയുടെ റൈറ്റിലേക്ക് 3 പേരെ കാണത്തുള്ളൂ എന്നതിനർത്ഥം. അതിനകത്ത് നിങ്ങൾ തിരിച്ചെടുക്കല്ലോ ഒരിക്കലും. ഇത് പസിലിലെ സ്റ്റേറ്റ്മെൻറ്റ്സ് എപ്പോഴും കൺഫ്യൂസിങ് ആയിരിക്കും. ഒരാൾക്ക് തെറ്റാനാവും മതി. കാരണം അത് നല്ല രീതിയിൽ തന്നെ എടുക്കുക. ജിയുടെ ലെഫ്റ്റിൽ എത്ര പേരുണ്ടോ അവർ പിയുടെ റൈറ്റിനേക്കാൾ ഒരാൾ കൂടുതലായിരിക്കും. ഇത് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ആകെ കൺഫ്യൂഷൻ ആവും. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് G 4 ആണെങ്കിൽ P 3, G 3 ആണെങ്കിൽ P 2, അങ്ങനെ പോകും അതിനകത്തേത്. സോ നമുക്ക് അടുത്തതിലേക്ക് പോകാം. ദ വൺ ഹൂ ഫേസസ് P. ഇനി നമുക്ക് പിയിലേക്ക് പോകാം. P സിറ്റ്സ് ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് P. പിയെ ആര് ഫേസ് ചെയ്യുന്നോ P മേളിലാണ്. അതുകൊണ്ട് ഞാൻ മേളിൽ വരയ്ക്കുന്നത്. അതാരാ നമുക്കറിയില്ല. പക്ഷേ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, അവർ ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് B ആണ്. തൊട്ടിപ്പുറത്ത് B കാണും. B നോർത്ത് ആയതുകൊണ്ടാണ് ഞാനിങ്ങനെ വരയ്ക്കുന്നത്. നമുക്കിവിടെ ഡയറക്ഷൻ കറക്റ്റായിട്ട് അറിയാം, അതുകൊണ്ടാണ് ഡയറക്ഷൻ കൂടെ വരയ്ക്കുന്നത്. B നോർത്ത് നിൽക്കുന്നു, ബിയുടെ തൊട്ടിപ്പുറത്ത് നിൽക്കുന്ന ആൾ റൈറ്റ്, ബിയുടെ റൈറ്റ് ഇപ്പുറത്താ, അയാളാണ് ആരെ ഫേസ് ചെയ്യുന്നത്? പിയെ ഫേസ് ചെയ്യുന്നത്. അതിനകത്ത് ദ വൺ ഹൂ ഫേസസ് P സിറ്റ്സ് ഇമ്മീഡിയറ്റ്. F നെയ്തർ സിറ്റ്സ് അറ്റ് എക്സ്ട്രീം എൻഡ്സ് ഓർ നോർ അഡ്ജസൻറ്റ് ടു G. F ജിയുടെ അടുത്തും ഇരിക്കത്തില്ല, എൻഡിലും ഇരിക്കത്തില്ല. F എന്ന് പറയുന്ന ആൾ കടന്നു വരുന്നു, അയാൾ ജിയുടെ അടുത്ത് വരില്ല. നമ്മളിങ്ങനെയാണ് അതിനെ സൂചിപ്പിക്കുന്നത്, ജിയുടെ അടുത്ത് വരില്ല. പിന്നെ വേറൊന്നും കൂടെ പറയും, അയാൾ എൻഡിലും വരില്ല. കാരണം ഇത് വായിക്കുന്നവർക്കറിയാം F ആരുടെ അടുത്ത് വരില്ല? ജിയുടെ അടുത്ത് വരില്ല. F എൻഡിൽ സ്റ്റാർട്ട് ചെയ്യത്തില്ല, ഈ എൻഡിൽ സ്റ്റാർട്ട് ചെയ്യത്തില്ല, ആ എൻഡിൽ. F ഇവിടെയാണ് വരുന്നത്. സോ എഫിൻ്റെ പൊസിഷൻ മനസ്സിലാക്കാൻ നമുക്കത് സഹായിക്കും. അതിനകത്ത് more than 2 persons sit between F and the one who faces V. More than 2 persons sit between F. More than 2 means 2 plus. 2 plus. Plus 2 എന്ന് ഇടരുത്, 2 plus. അതായത് 3 ആകാം, 4 ആകാം, ഇവിടെ 5 വരെ അതിനകത്ത്. പക്ഷേ F അറ്റത്തും വരില്ല. ദെൻ ആരെയാ? ഹൂ ഫേസസ് വി. വി ആയിട്ടല്ല, എഫും വിയെ ഫേസ് ചെയ്യിക്കുന്ന ആളും തമ്മിൽ ഇടയ്ക്ക് എത്ര ആളുകൾ? 2 കൂടുതലുണ്ടെന്ന് അർത്ഥം അതിനകത്ത്. നമ്പർ ഓഫ് പേഴ്സൺ സിറ്റ് ബിറ്റ്വീൻ ടി ആൻഡ് വി. ടിയുടെയും വിയുടെയും ഇടയ്ക്ക് എത്ര പേരുണ്ടോ ഈ സെയിം ആസ് ദ നമ്പർ ഓഫ് സിറ്റ് ബിറ്റ്വീൻ ഡി ആൻഡ് ഡി. ടിയുടെയും വിയുടെയും ഇടയ്ക്ക് എത്ര പേരുണ്ടോ അവർ അത്രയും പേര് തന്നെയായിരിക്കും ഡി ആൻഡ് വി. ഡി ആൻഡ് ഇ, ടിയും വിയും ഡിയും ഇയും. സോ അവരുടെ ഇടയ്ക്കുള്ള ആളുകൾ സെയിം ആയിരിക്കും. എസ് സിറ്റ്സ് തേർഡ് ടു ദ റൈറ്റ് ഓഫ് ക്യൂ. ഇത് ക്യൂ ആണ്. എസ് സിറ്റ്സ് തേർഡ് ടു ദ റൈറ്റ് ഓഫ് ക്യൂ. എസ് എവിടെ വരുന്നത്? മുകളിൽ. ഓർത്തോളുക. സോ ക്യൂ സൗത്ത് ഡയറക്ഷൻ ആണ്, ക്യൂവിൻ്റെ റൈറ്റ് ഇങ്ങോട്ടാണ്. എസ് സിറ്റ്സ് തേർഡ് ടു ദ റൈറ്റ്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ വരച്ചേക്കുന്നത്, കാരണം സൗത്ത് നമുക്കറിയാം, ഇത് ലെഫ്റ്റും ഇത് റൈറ്റ്. സോ ക്യൂവിൻ്റെ തേർഡ് റൈറ്റിലായിട്ട് എസ് ഉണ്ട്. അതിനകത്ത് 2 persons sit between C and D who sits opposite to R. 2 persons sit between C and D. സിയുടെയും ഡിയുടെ ഇടയ്ക്ക് 2 പേർ. ഡി ആരെ ഫേസ് ചെയ്യുന്നു? ഫേസ് ചെയ്യല്ല മീൻസ് സിറ്റ്സ് ഓപ്പോസിറ്റ്സ്. ഇവിടെ ഫേസിങ് തന്നെയാണ്.
സോ നിങ്ങൾ നോക്കിയേ, ആ ഇൻഫർമേഷൻ എല്ലാം നമ്മൾ കൺവേർട്ട് ചെയ്തു. ഇൻഫർമേഷൻ എല്ലാം കൺവേർട്ട് ചെയ്തു. നിങ്ങൾക്ക് ഇനി സ്റ്റേറ്റ്മെൻറ്റ് നോക്കേണ്ട യാതൊരു ആവശ്യമില്ല. നമുക്ക് നമ്മുടെ ക്ലൂകൾ ഇവിടെ കിടപ്പുണ്ട്. ഇനി കറക്റ്റായിട്ട് നിങ്ങൾ അതിനെ അങ്ങ് അടുക്കി വെച്ചാൽ മതി. ഇതാണ് ഒരു നല്ല പസിൽ ചെയ്യുന്ന അപ്രോച്ച്. നമുക്കിനി ചടേന്ന് ഇത് ചെയ്തു പോകാം. അതിനകത്ത് നിങ്ങൾ നോക്കിയേ, എവിടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും? നോക്കിയേ, ഏറ്റവും കൂടുതൽ കണക്ഷൻ എവിടെ? ജി, അടുത്ത ജി, മനസ്സിലായോ? സോ ജിയിൽ നിന്ന് വന്നാൽ നമുക്ക് ടി എ കിട്ടും, ജിയിൽ നിന്ന് വന്നാൽ നമുക്ക് പി എ കിട്ടും, പിയിൽ നിന്ന് വന്നാൽ നമുക്ക് ബി എ കിട്ടും. ടിയും വി ഇവിടെ ഉണ്ട്, എഫും വി ഇവിടെ ഉണ്ട്. കണക്ഷൻ ഇഷ്ടം പോലെ. സോ നമുക്ക് നോക്കാം, നമുക്കിതേ പിടിക്കാം. T6, ടി മുകളിലാണ്. ടി ഫേസസ് ദ വൺ, ആരാന്നറിയില്ല. ഹൂ സിറ്റ്സ് തേർഡ് ടു ദ ലെഫ്റ്റ് ഓഫ് ജി. ടിയെ ഫേസ് ചെയ്യുന്ന ആള് ജിയുടെ തേർഡ് ലെഫ്റ്റാണ്. ജി ഇതാണ് കേട്ടോ പൊസിഷൻ. നമ്മളിവിടെ വെച്ച് നോക്കുന്നു, ഇവിടെ കിട്ടിയില്ല, നമ്മൾ ടിയെ അപ്പുറത്തോട്ട് മാറ്റുന്നു. അത്രയേ ഉള്ളൂ കാര്യം. അതങ്ങനെ പോകുന്നു അതിനകത്ത്. സോ നമ്മൾ എപ്പോഴും ഫസ്റ്റ് ലെഫ്റ്റ് വെച്ച് നോക്കുന്നതായിരിക്കും നല്ലത് അതിനകത്ത്. ഓക്കെ, സോ നമ്മളിതെടുത്തു. ഇനി എന്താ, ജിയുടെ ലെഫ്റ്റിലേക്ക് എത്ര ഉണ്ടോ അത് പിയുടെ റൈറ്റിനേക്കാൾ ഒരെണ്ണം കുറവായിരിക്കും, ഒരെണ്ണം കൂടുതലായിരിക്കും. സോ ജിയുടെ ലെഫ്റ്റിലേക്ക് എത്ര? 3. അപ്പോൾ പിയുടെ റൈറ്റ് 2 പേരെ വരാവും. അപ്പോൾ പി ഇവിടെ വരും. മനസ്സിലായോ? സോ പിയുടെ പൊസിഷൻ നമ്മൾ കറക്റ്റായിട്ട് നടത്തി. ഇനി വേറെന്ത് പറഞ്ഞിട്ടുണ്ട്? സോ 1 ഇത്, 2 ഇത്. ഇനിയും പി എ കണക്ട് ചെയ്ത് അടുത്തത്, പി എ ആര് ഫേസ് ചെയ്യുന്നോ അവരുടെ തൊട്ടിപ്പുറത്ത് ബി കാണും. പി എ ആര് ഇത് ചെയ്യുന്നോ അവരുടെ തൊട്ടിപ്പുറത്ത് ആരുണ്ട്? ബി ഉണ്ട്. അപ്പോൾ ബിയുടെയും പൊസിഷനായി അതിനകത്ത്. ഇനി നമുക്ക് ആരെ ഇത് ചെയ്യാം ഇതിനകത്തുനിന്ന്? ടിയും ബിയും അതിനകത്ത്. ഇനി നമുക്ക് നോക്കാം, ഇയാളെ നമുക്ക് പ്ലേസ് ചെയ്യണം. കാരണം നമുക്ക് വി എ കിട്ടണം. നോക്കിയേ, ജിയുടെ അടുത്ത് ആര് വരത്തില്ല? എഫ് വരില്ല. എഫ് പിന്നെ എവിടെയും വരില്ല, എന്തിലും വരില്ല. അപ്പോൾ എഫ് ഇവിടെ വരില്ല, ഇവിടെ വരില്ല. പക്ഷെ അവർ വേറൊരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്. എഫും വി എ ഫേസ് ചെയ്യുന്ന ആളും തമ്മിൽ +2+ ആയിരിക്കണം. എഫിന് ഇവിടെയും വെക്കാൻ പറ്റില്ല, ഇവിടെയും വെക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വെച്ചാൽ വി അല്ല ഇവിടെ അതിനകത്ത്. സോ ഇവിടെ വെച്ചാൽ 2+ നടക്കത്തില്ല. അപ്പോൾ നമ്മുടെ ശ്രമം പോയി. അപ്പോൾ നമുക്ക് അടുത്തയിലേക്ക് കിടക്കാം. അപ്പോൾ ഈ ഒരു പോസിബിലിറ്റി പോയി, നമ്മുടെ പൊസിഷൻ പോയി. പേടിക്കണ്ട, നമ്മൾ അടുത്തയിലേക്ക് കിടക്കുന്നു. ടിയെ നമ്മൾ മാറ്റി പ്രതിഷ്ഠിക്കുന്നു അതിനകത്ത്. ഓക്കെ, നമുക്ക് അടുത്തയിലേക്ക് പോകാം. അപ്പോൾ ടിയെ നമ്മളിനി ഇപ്പുറത്ത് ചേർക്കും. ടി മുകളിൽ. ടിയെ ഫേസ് ചെയ്യുന്ന ആൾ ജിയുടെ തേർഡ് റൈറ്റ് ആണ്. ജി കഴിഞ്ഞ് 2 കഴിഞ്ഞ് തേർഡ് ലെഫ്റ്റ് അതിനകത്ത്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത അങ്ങോട്ട് പോയായിരുന്നു. ജിയുടെ ലെഫ്റ്റിൽ എത്ര ഉണ്ടോ? ജിയുടെ ലെഫ്റ്റിൽ എത്ര? 1, 2, 3, 4. അപ്പോൾ പിയുടെ റൈറ്റിൽ എത്ര ആയിരിക്കും? 3 പേർ. പിയുടെ റൈറ്റ് ഇതാ കേട്ടോ, ഇത് സൗത്താണ്. ഇവർ ഫേസ് ചെയ്യുന്നത് സൗത്താണ്. അപ്പോൾ പിയുടെ ലെഫ്റ്റ് ഇത് സൗത്ത്, ഞാൻ നിൽക്കുന്ന പോലെ അതിനകത്ത്. ഓക്കെ, ഇനി ആരാ? പി എ ഫേസ് ചെയ്യുന്ന ആൾ ബിയുടെ ഇമ്മീഡിയറ്റ് റൈറ്റ് ആയിരിക്കും. പി എ ഫേസ് ചെയ്യുന്ന ആളാരോ ബിയുടെ ഇമ്മീഡിയറ്റ് റൈറ്റ് ആയിരിക്കും. ഓക്കെ, സോ നമുക്കതും കിട്ടി. ഇനി നമുക്ക് ഇതിലേക്ക് കിടക്കാം. എഫിനെ നമുക്ക് എവിടെ പ്ലേസ് ചെയ്യാൻ നോക്കിയേ. എഫ് അറ്റത്ത് വരില്ല, എഫ് ഇവിടെ വരാം. ജിയുടെ അടുത്ത് വരാൻ പറ്റില്ല. അപ്പോൾ എഫിന് വരാൻ പറ്റുന്ന ചാൻസ് ഇത് മാത്രമേ ഉള്ളൂ. എഫും വി എ ഇത് ചെയ്യുന്ന ആളും തമ്മിൽ 2+ മീൻസ് 3 ആകാം, 4 ആകാം. 1, 2, 3. അപ്പോൾ 3 ആയി. നമുക്ക് ആളിനെ വേണേൽ ഇവിടെ പ്ലേസ് ചെയ്യാം. അയാൾ ആരെ ഫേസ് ചെയ്യുന്നു? വി എ ഫേസ് ചെയ്യും. ഇല്ലെങ്കിൽ അവിടെ പറ്റിയില്ലെങ്കിൽ നമ്മൾ അപ്പുറത്തേക്ക് പോകുന്നു. അത് മാത്രമേ ഉള്ളൂ അതിനകത്ത്. സോ ഇനി നമുക്ക് നോക്കാം, ടിയും വിയും തമ്മിൽ എത്ര പേരുണ്ടോ അത് തന്നെയാണ് ഡിയും വിയും, ഡിയും. അപ്പോൾ ടിയും വിയും തമ്മിൽ 1, 2, 3 അവർ തന്നെ ആയിരിക്കണം. അത്രയും പേര് തന്നെ ആയിരിക്കണം ഡിയും ഇയും. നോക്കിയേ, ഡി എ ഇവിടെ വെച്ചാൽ 1, 2 ഇ ഇവിടെ വരും, പറ്റില്ല. ഡി എ ഇവിടെ വെച്ചാൽ 1, 2, 3 പറ്റില്ല. നമുക്ക് ഡി എ ഇയും പ്ലേസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ ഇതും തെറ്റി, നമ്മുടെ പൊസിഷൻ വേറൊന്നും തെറ്റിയില്ല. നമ്മൾ എഫിനെയും വി എം വെച്ചത് തെറ്റി. അപ്പോൾ എഫിനെ ഇവിടെ തന്നെ വെച്ചിട്ട് അവരുടെ ഇടയ്ക്ക് 3 വരാം 4 വരാം. അപ്പോൾ 3 പേരെന്നുള്ളത് തെറ്റി. നമ്മൾ വി എ ഇവിടുന്ന് പ്ലേസ് ചെയ്യുന്നു. നമ്മൾ വി എ എങ്ങോട്ട് മാറ്റുന്നു? ഇങ്ങേറ്റത്തേക്ക് മാറ്റുന്നു. നോക്കിയേ, വിയും എഫും വി എ ഇത് ചെയ്യുന്ന ആളും തമ്മിൽ 4 പേരുടെ വ്യത്യാസം. ഇനി നമുക്ക് നോക്കാം, ടിയും വിയും തമ്മിൽ എത്ര പേർ? അകത്ത് എത്ര പേർ? 4 പേർ. അവർ തന്നെയാണ് ഡിയും ഇയും, ഡിയും ഇയും. സോ ഡി 4 പേർ, 1, 2, 3, 4. ഇ
ഇവിടെ വെക്കാം. അപ്പോൾ ചോദിക്കാം, സാറേ ഇവിടെ ഈ വന്നൂടെ? ആകാം, നമുക്ക് നോക്കാം. അടുത്തും കൂടെ നോക്കിയിട്ട് നമ്മൾ ഇത് ചെയ്യുന്നു. ഓക്കെ. പക്ഷെ അവർ വേറൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. സി കഴിഞ്ഞ് 2 പേര് കഴിഞ്ഞ് ഡി. പക്ഷെ ആ ആളാണ് ആറിനെ ഫോക്കസ് ചെയ്യുന്നത്. നോക്കി, സി കഴിഞ്ഞ് 2 പേര് കഴിഞ്ഞ് ഡി, അയാളാണ് ആറിനെ ഫോക്കസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇങ്ങോട്ട് എടുക്കാൻ പറ്റില്ല, മനസ്സിലായോ? ഡി എ ഇവിടെ വെച്ച് എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഈ കണ്ടീഷൻ കൊണ്ട് എടുക്കുന്നു. സി കഴിഞ്ഞ് 2 പേര് കഴിഞ്ഞ് ഡി, അയാളാണ് ആര്? ആർ. ആറിനെ ഇത് ചെയ്യുന്നത്. സോ ഇനി നമ്മുടെ മുമ്പിലുള്ള എന്താ? ഈ ഒരു കണ്ടീഷൻ. എസ് ക്യൂവിൻ്റെ റൈറ്റിലേക്ക്, തേർഡ് റൈറ്റ് ആണ് എസ്. ക്യൂ ഇവിടെ വെക്കാൻ പറ്റുമെന്ന് നോക്കിയേ. 1 2 3. ക്യൂ തേർഡ് റൈറ്റ് 1 2 3 എസ്. ഓക്കെ. സോ നമ്മൾ നമ്മുടെ കാര്യങ്ങളെല്ലാം യൂട്ടിലൈസ് ചെയ്തു, നമ്മുടെ കണ്ടീഷൻസ് എല്ലാം എടുത്തു. 1 2 3 4 അല്ലേ, 5 6 7. നോക്കി, ഇനിയും ബാക്കി ആരാ ഉള്ളത്? ഇനി നമ്മൾ അവരെ പ്ലേസ് ചെയ്താൽ മതി. പി ക്യു ആർ എസ് ടി യു. ഇവിടെ ആരാ? ബി സി ഡി ഇ എഫ് ഐ ജി എച്ച്. നോക്കിയേ, 14 പേരും പ്ലേസ്ഡായി. നിങ്ങൾ നോക്കിയേ, ഒരു പസിൽ ചെയ്യണമെങ്കിൽ ആ അപ്രോച്ച്, ഇതിപ്പോൾ ഞാൻ ചെയ്ത് കാണിച്ചുകൊണ്ടാണ് ഇത്രയില്ല, നമുക്ക് അത്ര സ്പീഡ് ചെയ്യാമെന്ന് ഓർക്കുക. നിങ്ങൾ ഇങ്ങനത്തെ അപ്രോച്ച് ഇത് ചെയ്യുക. നിങ്ങൾ ഒരിക്കലും സ്റ്റേറ്റ്മെൻറ്റിൽ ആശ്രയിക്കരുത്. ആശ്രയിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും തെറ്റിപ്പോകത്തുള്ളൂ. എവിടെയെങ്കിലും നമുക്ക് ഇൻഫർമേഷൻ മിസ്സായിപ്പോകും. അപ്പോൾ ഇങ്ങനത്തെ മെത്തേഡ് നമുക്ക് ഇത് ചെയ്യാം. നമുക്ക് ഇനിയോട് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കും. നമുക്ക് ഇതിനോട് അനുബന്ധിച്ച നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. അതിനകത്ത് നോക്കാം. സോ ദിസ് ഈസ് അറേഞ്ച്മെൻറ്റ്. ആർ ടി എസ് പി യു ക്യു വി ഡി എഫ് ബി സി ജി എച്ച്. ഓക്കെ. ഇനി നമുക്ക് അതിൻ്റെ ക്വസ്റ്റ്യൻസ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. 4 of the following 5 are similar in a certain manner and related to a group. Who among the following is not related to the group? Odd one out. ആരാ? നോക്കിയേ, യു വി എച്ച് ഡി ആർ. യു വി എച്ച് ഡി ആർ. ഇതിലെന്താണ് നിങ്ങൾ വ്യത്യാസം കാണുന്നത്? നോക്കിയേ, യു ഒഴിച്ച് ബാക്കിയെല്ലാം എൻഡിലുള്ളവരാണ്. യു എന്നാൽ വ്യത്യസ്തനാണ്. സോ ദ ആൻസർ ഈസ് യു. ജസ്റ്റ് അത് നോക്കിയിട്ട് ചെയ്യാവുന്നത് മാത്രമേ ഉള്ളൂ. അടുത്തതിലേക്ക് പോകാം. ഹൗ മെനി പേഴ്സൺ സിറ്റ് ബിറ്റ്വീൻ യു ആൻഡ് ദ വൺ ഹൂ ഫേസസ് എഫ്. നിങ്ങളൊരു പാരലൽ പസിൽ ചെയ്യുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഈ ഫേസസ് എന്നുള്ളതാണ്, ഇല്ലെങ്കിൽ സിറ്റിംഗ് ഓപ്പോസിറ്റ് എന്നുള്ളതാണ് നമ്മൾ ഇത് ചെയ്യേണ്ടത്. സോ ഹൗ മെനി പേഴ്സൺ സിറ്റ് ബിറ്റ്വീൻ യു ആൻഡ് ദ വൺ ഹൂ ഫേസസ് എഫ്. എഫിനെ ഫേസ് ചെയ്യുന്ന ആൾ ടി. അയാളും യുവും തമ്മിൽ എത്ര പേരുണ്ടെന്നാണ് ചോദ്യം. അവർ ചോദിക്കാതെ ഇൻഡയറക്റ്റായിട്ട് ചോദിച്ചിരിക്കുകയാണ്. സോ ഇറ്റ് ഈസ് 2. സോ ആൻസർ ഈസ് 2. അടുത്തതിലേക്ക് പോവാം. വാട്ട് ഈസ് ദ പൊസിഷൻ ഓഫ് എച്ച് വിത്ത് റെസ്പെക്ട് ടു ദ വൺ ഹൂ സിറ്റ്സ് ഓപ്പോസിറ്റ് ടു എസ്. എസിൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുമായി, അതാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. എച്ചിൻ്റെ ബന്ധം എന്താ? എച്ചിൻ്റെ ബന്ധം എന്താ? ബിയുടെ ലെഫ്റ്റ് ഇത്, റൈറ്റ് അത്. നോക്കിയേ, സെക്കൻഡ് ടു ദ റൈറ്റ് ആണോ? അല്ല. സെക്കൻഡ് ടു ദ റൈറ്റ് ജി ആണ്. ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് അല്ല, എഫ് ആണ്. ഫോർത്ത് ടു ദ റൈറ്റ് നോക്കിയേ, ഇത് ലെഫ്റ്റ് ഇത് റൈറ്റ്. 1 2 3 4. 4 ടു ദ റൈറ്റ് എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് എത്ര പേര് വരണമെന്നാ? 3 പേർ. സോ ദ ആൻസർ ഈസ് 4 ടു ദ റൈറ്റ്. ഓക്കെ. സോ അടുത്ത ക്വസ്റ്റ്യൻ, ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ് ട്രൂ? ഇതിനനുസരിച്ച് 4 persons സിറ്റ് ടു ദ റൈറ്റ് ഓഫ് യു. യുവിൻ്റെ റൈറ്റ് ഇതാണ്. 1 2 3 4 ശരിയാണ്. സോ ഫസ്റ്റ് വൺ ഈസ് റൈറ്റ്. ഈസ് ഇറ്റ്സ് ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് ജി. ജിയുടെ ഇതാണ്. ഈസ് ഇറ്റ്സ് ഇമ്മീഡിയറ്റ് റൈറ്റ് ശരിയാണ്. എഫ് ഈസ് ദ ഒൺലി നെയ്ബർ ഓഫ് എച്ച്. എഫ് ഈസ് ദ ഒൺലി നെയ്ബർ ഓഫ് എച്ച്. എച്ചിൻ്റെ നെയ്ബർ പോലും അല്ല എഫ്. സോ തേർഡ് വൺ ഈസ് റോങ്. സോ ആൻസർ ഈസ് only 1 and 2. If ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക. ഇഫ് വി ഈസ് റിലേറ്റഡ് ടു ഇ, പി ഈസ് റിലേറ്റഡ് ടു ബി, ഇൻ ദ സിമിലർ വേ ക്യൂ ഈസ് റിലേറ്റഡ് ടു ഹൂം. ഓക്കെ. സോ വി എങ്ങനെയാണ് ഇ ആയിട്ട് റിലേറ്റഡ് ആവുന്നത്? നോക്കിയേ, ഇയിൽ നിന്ന് ഒന്നുകിൽ നമുക്ക് പറയാം ഈ ഫേസ് ചെയ്യുന്ന ആളിൻ്റെ ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ആണ് വി, അങ്ങനെ പറയണ്ട. അതിനകത്ത്
മനസ്സിലായോ? ഹൗ ഈസ് വി റിലേറ്റഡ് ടു ഈ എന്നാ. അപ്പോൾ ഇയിൽ നിന്ന് നോക്കുമ്പോൾ വി ആരാന്നാ ചോദ്യം, അതെപ്പോഴും ഓർത്തോണം. ദെൻ പി ഈസ് റിലേറ്റഡ് ടു ബി. ബിയിൽ നിന്ന് നോക്കുമ്പോൾ പി ആര്? ബിയെ ഫേസ് ചെയ്യുന്ന ആളിൻ്റെ ഇമ്മീഡിയറ്റ് ലെഫ്റ്റ്. അങ്ങനെയെങ്കിൽ ക്യൂ ഈസ് റിലേറ്റഡ് ടു ഹൂം. ക്യൂ ആരുമായിട്ട് റിലേറ്റ് ചെയ്യുന്നതല്ല, ക്യൂ ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന ആരാ നല്ല ചോദ്യം. ക്യൂ ഈസ് റിലേറ്റഡ് ടു ഹൂം. നോക്കിയേ, ജിയെ ഫേസ് ചെയ്യുന്ന ആളിൻ്റെ ഇമ്മീഡിയറ്റ് ലെഫ്റ്റ്. സോ ദ ആൻസർ ഈസ്. സോ നമ്മളൊരു പാരലൽ പസിൽ കണ്ടു, അതെങ്ങനെ സോൾവ് ചെയ്യുമെന്ന് കണ്ടു. അതിനകത്തെ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് കണ്ടു. നമുക്ക് അടുത്ത